നമസ്കാരം. ബിസിനസ് ഡയലോഗിലേക്ക് സ്വാഗതം. കേരളത്തിലെ IT ടെക് അധിഷ്ഠിത മേഖലകളെ ഒരേ സമയം ഞെട്ടിച്ച വാർത്തകളാണ് കോറോ ഹെൽത്തിലും ടാൽ റോപ്പിലും സംഭവിച്ച 1000-ലധികം വരുന്ന തൊഴിൽ നഷ്ടങ്ങൾ. കൊച്ചിയിലും കോഴിക്കോടുമൊക്കെയായി പ്രവർത്തിച്ചിരുന്ന ഈ സ്ഥാപനങ്ങളിൽ നിന്ന് 1000-ലധികം യുവതീ-യുവാക്കൾക്കാണ് ഒറ്റ രാത്രി കൊണ്ട് ജോലി ഇല്ലാതായത്. ഒരു വശത്ത് നിർമ്മിത ബുദ്ധി അഥവാ AI തരംഗം സേവന അധിഷ്ഠിത മേഖലകളിലെ തൊഴിലുകളെ വിഴുങ്ങുകയാണെന്ന ഭീതി, മറുവശത്ത് മാനേജ്മെൻറ്റ് വീഴ്ചകളും സാമ്പത്തിക ബാധ്യതകളും മറച്ചുവെക്കാൻ AIയെ മറയാക്കുന്നു എന്ന ആരോപണം. ഈ തൊഴിൽ പ്രതിസന്ധി മറ്റ് അനുബന്ധ മേഖലകളിലേക്കും പടരുമോ? നവസാങ്കേതിക വിദ്യയുടെ കാലത്ത് കേരളത്തിലെ ടെക് തൊഴിലാളികളുടെ ഭാവി എന്താണ്? ഈ വിഷയമാണ് ഇന്ന് ബിസിനസ് ഡയലോഗ് ചർച്ച ചെയ്യുന്നത്. ഈ ചർച്ചയിൽ എന്നോടൊപ്പം IT എംപ്ലോയീസ് അസോസിയേഷൻ പ്രസിഡന്റ് അനൂപ് എബി, ടാൽറോപ്പ് കമ്പനിയിൽ നിന്നും ജോലി നഷ്ടപ്പെട്ട അഭിനന്ദ് PN, കോറോ ഹെൽത്തിൽ നിന്ന് ജോലി നഷ്ടപ്പെട്ട ഫൈസൽ ബിൻ സിറാജ് എന്നിവർ. ആദ്യം ശ്രീ അനൂപ് എബി, 1100-ലധികം IT ടെക് ജീവനക്കാർക്ക് ഒരേ സമയം തൊഴിൽ നഷ്ടപ്പെടുന്ന സാഹചര്യം കേരളത്തിലെ IT മേഖലയുടെ വിശ്വാസ്യതയും നിക്ഷേപ സാധ്യതകളെയും ബാധിക്കുമോ? തീർച്ചയായിട്ടും ഇത് ടെക്നോളജിയുടെ ഒരു പുതിയ ലെവലിലുള്ള ഒരു AI-യുടെ ഒരു കടന്നുവരവാണ് ഇതിനകത്തുണ്ടാക്കിയ ഇത്രയും വലിയൊരു പിരിച്ചുവിടൽ ഉണ്ടായ കാരണം. പക്ഷെ ഈ കോറോ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ കമ്പനിയിൽ നിന്ന് ഇത്രയധികം ആൾക്കാരെ ഒരേപോലെ പിരിച്ചുവിട്ട സമയത്ത് ഞങ്ങളുടെ സംഘടന ഇതിനകത്ത് ശക്തമായിട്ട് ഒരു പ്രതിരോധം തീർത്തിട്ടുണ്ടായിരുന്നു. ഒരു സത്യത്തിൽ നമ്മളത് പുറത്തുള്ള മീഡിയകളിലോട്ടൊന്നും ഞങ്ങളത് വന്നില്ല. ഈ കമ്പനിയുമായിട്ട്, അതായത് ഈ അമേരിക്കൻ കമ്പനിയുമായിട്ടുള്ള ചർച്ചയ്ക്ക് മുന്നേ ഈ കമ്പനി നമ്മുടെ സംസ്ഥാനത്തെ ലേബർ മിനിസ്റ്റർ, അതുപോലെ തന്നെ തൃക്കാക്കര MLA, ഇവരെ ഞങ്ങൾ നേരിട്ട് അന്നത്തെ ഗസ്റ്റ് ഹൗസിൽ ഞങ്ങൾ കണ്ടിട്ട് ഈ കോറോ ഹെൽത്ത് എന്ന് പറയുന്ന ഒരു കമ്പനി അത് ഇന്ത്യയിലെ തന്നെ മെഡ്ടെക് ഏറ്റവും ബെസ്റ്റ് കമ്പനിക്കുള്ള അവാർഡ് 2026 കിട്ടിയതാണെന്നുള്ളതും, അതുപോലെ തന്നെ ബെസ്റ്റ് CEO-യുടെ അവാർഡ് ഇവർക്ക് കിട്ടിയതാണെന്നുള്ളതും, പിന്നെ ഈ കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും ഞങ്ങൾ ഇവർക്ക് ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതവര് ഇവരുടെ ഒരു ആക്ടിവിറ്റി എന്ന് പറയുന്നത്, ഞാൻ കോറോ ഹെൽത്തിൻ്റെ പറഞ്ഞതിന് ശേഷം അടുത്തതിലോട്ട് വരാം. ഇവരുടെ ഒരു ആക്ടിവിറ്റി എന്ന് പറയുന്നത് മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷൻ, അതായത് മെഡിക്കൽ കോഡിംഗ് ആണ്. അപ്പോൾ ഈ ഒരു കോഡിംഗ് ഒരു സ്പെസിഫിക് റീജിയനിൽ അവരുടെ വർക്ക് തീർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ പിന്നീട് ഒരിക്കലും പിന്നീട് ആ വർക്ക് അവർക്ക് വേണ്ടി വരത്തില്ല. അതായത് ബൾക്കായിട്ട് ഇവരെ സ്റ്റാഫിനെ എടുക്കുക, അതിനുശേഷം പെട്ടെന്ന് ജോബ് തീർക്കുക. 1000 പേരെയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ 1000 പേരെ കൊണ്ട് ജോലി തീർത്തിട്ട് ആ 1000 പേരെയും പറഞ്ഞു വിടുക. ഇതാണ് ഇവരുടെ ഒരു പ്രോസസ്സ്. ഇതിവിടെ മാത്രമല്ല, വേൾഡ് വൈഡ് ഈ ഒരു രീതിയിലാണ് ഇത് നടക്കുന്നത്. ഈ IT മേഖലയിൽ പല മേഖലകളുണ്ടെങ്കിലും ഈ പറയുന്ന മെഡിക്കൽ കോഡിങ് അത്രയും സെക്യൂർ ആയിട്ടുള്ള ഒരു ജോബല്ല. കാരണം വൺസ് ഇനി ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിന്റെ ഡേറ്റാബേസിലോട്ട് അവർക്ക് ആക്സസ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറയുന്ന 6 മാസം എന്നുള്ളത് ചിലപ്പോൾ 1 മാസം കൊണ്ടോ അല്ലെങ്കിൽ 2 മാസം കൊണ്ടോ തന്നെ മുഴുവൻ സ്റ്റാഫിനെ അവർക്ക് പറ്റും. അപ്പൊ ആ ഒരു മെത്തേഡ് ഓഫ് ഒരു ആക്ടിവിറ്റിയിലാണ്. അപ്പോൾ ഈ കമ്പനി ഒരിക്കലും ഒരു ലോസിലല്ല. ഈ കമ്പനി വളരെ വലിയൊരു പ്രോഫിറ്റിലാണ് അവർ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, ഈ കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇവരുടെ ഡേറ്റാബേസും കാര്യങ്ങളെല്ലാം അത് ഒരു അമേരിക്കൻ കമ്പനി ആയതുകൊണ്ട് തന്നെ വേൾഡിലെ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ളതും ഏറ്റവും ഒപ്റ്റിമൈസ് ചെയ്തിട്ടുള്ള AI ടൂളുകൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് അമേരിക്കയാണ്. അതിനകത്ത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ആന്ത്രോപിക് എന്ന് പറയുന്ന കമ്പനിയുടെ ഫേബിൾ എന്ന് പറയുന്ന കാറ്റഗറി, ആ ഒരു ടൂളിനകത്തോട്ട് അല്ലെങ്കിൽ അതിൻ്റെ ആ അൽഗോരിതത്തിനകത്തോട്ട് ഈ പറയുന്ന ഇവര് ചെയ്യുന്ന ജോബ്,
അതായത് ഈ പറയുന്ന മെഡിക്കൽ കോഡിങ് ചെയ്യുന്ന ഈ പറയുന്ന ഡേറ്റാബേസ് അതിനകത്തോട്ടിട്ട് റൺ ചെയ്യിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾക്കടക്കം ഒരു രോഗീനെ ഒരു 10 വർഷം, അത് 10 വർഷത്തേന് ആ രോഗി ഏതൊക്കെ മെഡിസിൻസ് യൂസ് ചെയ്യണമെന്നുള്ളതും അതുപോലെ തന്നെ ആ രോഗി എത്ര കാലം ജീവിച്ചിരിക്കുമെന്ന് പോലും ഇതിന് കണ്ടുപിടിക്കാൻ പറ്റും. അത്രയധികം പെർഫെക്റ്റ് ആണ് അതിന്റെ ടൂൾസ്. അപ്പൊ നോർമലി ഒരു 1000 പേര് എടുക്കുന്ന ജോലി അത് ഹ്യൂമൻ എറർ ഇല്ലാതെ ഈ പറയുന്ന AI ടൂൾസ് വെച്ചിട്ട് അത് അവർക്ക് ചെയ്യാൻ പറ്റും. ഈ ഒരൊറ്റ റീസൺ ആണ് അവർക്ക് അതിന് മാൻ പവറിന്റെ ആവശ്യമില്ല. ഇവിടുത്തെ സംബന്ധിച്ച് ഇവർക്ക് ഡാറ്റാബേസ് കിട്ടാവുന്നുള്ളതിന്റെ മാക്സിമം അവർ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് ഇതിന്റെ ആവശ്യമില്ല. ഈ കോറോ ഹെൽത്ത് എന്ന് പറയുന്ന കമ്പനിയാണ് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഈ AI-യുടെ ഒരു കടന്നുവരവ് IT മേഖല സെക്ടറിൽ എങ്ങനെ എഫക്ട് ചെയ്തു എന്നുള്ളത് ഏറ്റവും വലിയൊരു എക്സാമ്പിൾ ആണ്. കാരണം കമ്പനി ലോസിലും അല്ല, കമ്പനിക്ക് പക്ഷേ ആളെ ആവശ്യമില്ല. അപ്പം ഇതിന് ഇവിടുത്തെ ഗവൺമെന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റ് ആയിക്കോട്ടെ, സെൻട്രൽ ഗവൺമെന്റ് ആയിക്കോട്ടെ, ഇതിനെതിരെ പ്രതിരോധിക്കേണ്ടത് അതിനനുസരിച്ചുള്ള സിസ്റ്റം ഇവിടെ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെ ഒരു സിസ്റ്റം ബിൽഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ടെക്നിക്കൽ ആസ്പെക്റ്റിൽ വർക്ക് ചെയ്യുന്നവരാരും തന്നെ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിലില്ല. ഈവൻ ഈ പറയുന്ന കമ്പനി ഓൾറെഡി അടച്ചു പൂട്ടി, അത് മാസങ്ങൾക്ക് മുമ്പേ വെൽ പ്ലാൻഡ് ആണ്. പിന്നെ അവർക്ക് ഈ ഇത്തരം കാര്യങ്ങളൊക്കെ അവർ ഈ മെഡിക്കൽ കോഡിംഗ് ഒക്കെ ചെയ്യുന്നതുകൊണ്ട് തന്നെ അവർക്ക് നോട്ടീസ് കൊടുത്തിട്ട് ഒരു മാസം അല്ലെ 2 മാസം മുമ്പൊന്നും അവർക്ക് കൊടുത്തിട്ട് അവർക്ക് പോകാൻ പറ്റത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഡാറ്റ സെക്യൂർ ആക്കാൻ വേണ്ടിയിട്ട് അവർ ചെയ്യുന്നതാണ്. അനൂപ്, ടാൽറോപ്പിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? അല്ല, ഈ ടാൽറോപ്പ് എന്ന കമ്പനിയുടെ ഇവരുടെ ഒരു മീറ്റിങ്ങിന് ഞാൻ പങ്കെടുത്തിട്ടുണ്ട്, കണ്ണൂരിൽ വെച്ചിട്ട് നടന്നിട്ടുള്ള. അപ്പൊ നോർമലി ഇവര് കോളേജുകൾ അല്ലെങ്കിൽ സ്കൂളുകൾ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ ഒരു ലാബുകൾ, അതായത് ഒരു ഇന്നോവേഷൻ സെന്ററുകൾ ഡെവലപ്പ് ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഈ കമ്പനിയുടെ സ്റ്റാർട്ടിങ് തന്നെ. അതിനകത്ത് ഒരു മാർക്കറ്റിംഗ് ലെവലിലും എല്ലാ തലത്തിലും ഏകദേശം 100-100ഓളം സ്റ്റാഫുകളെയും കാര്യങ്ങളെല്ലാം എടുത്തിരുന്നു. പക്ഷെ ഇതിനകത്ത് ഇൻവെസ്റ്റ്മെന്റ് ലെവലിൽ വളരെ വലിയ ഇൻവെസ്റ്റ്മെന്റ് കാര്യങ്ങളൊക്കെ വരുന്ന ഒരു സെക്ടറാണ്. പിന്നീട് അതിനുശേഷം സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റും അത്തരം കാര്യങ്ങളൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും അതിനകത്തോട്ട് ഇവർക്ക് സ്റ്റാഫിനെ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിനകത്തോട്ട് എടുത്ത സ്റ്റാഫുകളെ എല്ലാം തന്നെ അവർക്ക് മാറ്റേണ്ടി വരും. പിന്നെ അതുപോലെ തന്നെ ഇതുപോലുള്ള സോഫ്റ്റ്വെയർ കമ്പനികളുമായിട്ട് അല്ലെങ്കിൽ ഡെവലപ്പിംഗ് കമ്പനികളുമായിട്ട് അവർക്കുള്ള ഓൾറെഡി ടൈപ്പ് ഉണ്ട്. ആ ടൈപ്പുകളെല്ലാം തന്നെ അത് പെട്ടെന്ന് അത് ബ്രേക്ക് ആയി വരും. അപ്പൊ ഇതിനകത്ത് ഈ കോറോ ഹെൽത്തും ഈ ടെയിൽറോപ്പിന്റെ ഇതിനകത്ത് 2 ലെവൽ ഓഫ് ആക്ടിവിറ്റി ആയിട്ട് നമുക്ക് ഇതിനെ കാണാൻ പറ്റും. പക്ഷേ ഈ കോറോ ഹെൽത്ത് പോലെ തന്നെയുള്ള കമ്പനികൾ ഏകദേശം ഒരു 50ഓളം കമ്പനികൾ കേരളത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതിനകത്ത് പല കമ്പനികളിലും 1000-2000 സ്റ്റാഫുകളെ എല്ലാം ഉള്ളതാണത്. കൊച്ചിയിൽ മാത്രം കമ്പനികളുണ്ട്. ഇപ്പൊ പ്രവർത്തിക്കുന്ന ഈ തരത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാ കമ്പനികൾക്കും ഇത് ഒഴിവാക്കാനാവാത്തതാണ് എന്നാണോ താങ്കൾ പറയുന്നത്? 100%. അതായത് വരുന്ന 2 വർഷത്തിനുള്ളിൽ, അതായത് ഈ പറയുന്ന കമ്പനികൾ ചെയ്യുന്നത് BPO ആണ്, ബിസിനസ് പ്രോസസ് ഔട്ട്സോഴ്സിങ്ങിന്റെ ഒരു പാർട്ടാണ് ഇവർ ചെയ്യുന്നത്. വരുന്ന 2 വർഷത്തിനുള്ളിൽ സ്റ്റാഫുകളെ കുറയ്ക്കില്ല, ഈ പറയുന്ന ഒരു പാർട്ട് വാനിഷ് ആയി പോവാണ് ചെയ്യുന്നത്. അതിനൊപ്പം തന്നെ ഏകദേശം 20,000 കോടി രൂപയാണ് നമ്മുടെ രാജ്യത്തിന് നഷ്ടം വരുന്ന 2 വർഷത്തിനുള്ളിൽ. ഇത് കേരളത്തിന്റെ IT മേഖലയെ ഇത് വളരെ പ്രതികൂലമായി ബാധിക്കില്ലേ? തീർച്ചയായിട്ടും. കാരണം ഇത്രയധികം ആൾക്കാർ, ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞാൽ കൊച്ചിയിൽ ഈ 1000-ഓളം 800 പേരെ ഓൾറെഡി ഇപ്പൊ പറഞ്ഞു വിട്ടല്ലാതെ 200 പേരെ അതിന് മുമ്പ് കുറവൽത്തി നടക്കം പറഞ്ഞു വിട്ടു. അപ്പൊ അത്രയും പേരെ ഒറ്റയടിക്ക് അക്കോമഡേറ്റ് ചെയ്യാനായിട്ടുള്ള വളരെയധികം ബുദ്ധിമുട്ട് ഒരു സ്പെസിഫിക് ലൊക്കാലിറ്റിയിൽ, അത് കൊച്ചി പോലൊരു സിറ്റിയിൽ ബുദ്ധിമുട്ടുണ്ട്. കാരണം ഒരു മൾട്ടിപ്പിൾ റീജിയനിൽ നിന്നാണ് അത് പോകുന്നതെന്നുണ്ടെങ്കിൽ അവരെ അത് ബാലൻസ് ചെയ്യാൻ പറ്റും. പക്ഷെ ഈ കൊച്ചിയിലും ഇനിയും സംഭവിക്കാൻ പോകുന്നത് ഇത് തന്നെയാണ്. ഈ 50ഓളം കമ്പനികളിൽ നിന്ന് ഏകദേശം ഒരു 25,000-30,000 സ്റ്റാഫുകളെ അവർക്ക് പറഞ്ഞു വിടേണ്ട സാഹചര്യമുണ്ട്. അവരതിന്റെ ഓരോ സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട് അവരത് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. IT ഇത്രമേൽ അസ്ഥിരമായ ഒരു മേഖലയാണെങ്കിൽ ഇതിലേക്ക് പുതിയതായി വരാൻ വേണ്ടി ശ്രമിക്കുന്നവർ, അതിനുവേണ്ടി പഠിക്കുന്നവർ ഒക്കെ ഇനി എന്ത് ചെയ്യണം? അല്ല, അതിനകത്ത് നമുക്ക് ഒരു ടെക്നോളജി മേഖല എടുത്തു കഴിഞ്ഞ് അതിന് 2 ആസ്പെക്ട് ഉണ്ട്. ഒരു ടെക്നോളജി വരുമ്പം ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ആൾക്കാർക്ക് തൊഴിൽ നഷ്ടമാവുകയും മറ്റൊരു മേഖല അവിടെ ഉയർന്നു വരികയും ചെയ്യും. ഇവിടെ നമ്മൾ പഠിക്കേണ്ടത് അല്ലെങ്കിൽ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, അല്ലെങ്കിൽ നമ്മുടെ രാജ്യം ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വേൾഡിൽ ഏറ്റവും കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ
പറ്റുന്ന ഒരു മേഖലയാണ് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. പക്ഷെ ആസ്പെക്റ്റിൽ അതിൻ്റെ ആ ഒരു കാറ്റഗറിയിൽ റിസർച്ച് ചെയ്യുന്നവർ അല്ലെങ്കിൽ അതിനകത്ത് സ്റ്റഡി ചെയ്യുന്നവർ നമ്മുടെ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുകളിൽ ഇല്ല എന്നുള്ളത് 100% ഉറപ്പിച്ച് പറയാൻ പറ്റും. കാരണം ഒരു 3 മാസം മുമ്പ് ഇന്ത്യയിലെ ഈ ആന്ത്രോപിക് എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു ചെറിയൊരു ടൂള് മാത്രം ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഏകദേശം 2 ലക്ഷം കോടി രൂപയാണ് ഇന്ത്യയുടെ ഷെയർ മാർക്കറ്റിൽ നിന്ന് വലിഞ്ഞു പോയത്. വെറും 3 ദിവസം കൊണ്ടാണെന്ന് ആലോചിച്ചോണം. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇമ്പാക്റ്റുകളാണ് ഇപ്പം നിലവിൽ ഈ വന്നുകൊണ്ടിരിക്കുന്നത്. 2 ലക്ഷം കോടി എന്ന് പറഞ്ഞാലും അത് ഏറ്റവും താഴെത്തട്ടിലുള്ള സാധാരണക്കാരിലോട്ട് എത്തുകയും ചെയ്യും. അപ്പൊ ഇത് ഇത്രയും വലിയൊരു പ്രോബ്ലം ഇവിടെ ഇന്ത്യയിൽ നടന്നിട്ട് പോലും കേന്ദ്ര സർക്കാരോ സംസ്ഥാന സർക്കാരുകളുടെ ഒരു വ്യക്തികൾ പോലും അല്ലെങ്കിൽ IT ആരും ഇതിന് റെസ്പോണ്ട് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഇതിനെതിരെ ഒരു നീക്കം നടത്താനായിട്ടോ അല്ലെങ്കിൽ ഇതിനെതിരെ ഒരു നടപടി സ്വീകരിക്കാൻ ഒന്നിനും ഇവര് തയ്യാറായില്ല എന്നുള്ളത് വേറൊരു സത്യം. അപ്പം ഇത് ഇതിന് ഒരു അഡാപ്റ്റേഷൻ സ്റ്റേജാണിത്. ഈ സ്റ്റേജിൽ ഗവൺമെന്റ് ഇതിനകത്ത് ഇടപെട്ട് എത്രയും പെട്ടെന്ന് അതിന്റെ മാറ്റങ്ങൾ വരുത്തിയില്ലെങ്കിൽ ഇനി ഫേസ് ചെയ്യാൻ പോകുന്ന വരുന്ന ഒരു 6 മാസത്തേന് ഫേസ് ചെയ്യാൻ പോകുന്നത് ഇവിടുത്തെ തൊഴിലില്ലായ്മയുടെ ഒരു 100%. ഒരു ദിവസം കൊണ്ടുണ്ടാകും ഇത്രയധികം ജോബ് ഇല്ലാത്തവരായിട്ടായിരിക്കും കേരളത്തിൽ മാത്രം എഫക്ട് ചെയ്യുന്നത്. ഓക്കെ, താങ്കളിലേക്ക് മടങ്ങി വരാം. ശ്രീ അഭിനന്ദ് PN, എന്താണ് ടോൾ റോപ്പിൽ സംഭവിച്ചത്? സർ കേൾക്കുന്നുണ്ടോ? കേൾക്കാം. ടാൽ റോപ്പിൽ ശരിക്കും സംഭവിച്ചതെന്ന് വെച്ചാൽ ഇവിടെ ഇപ്പം സാറ് പറഞ്ഞ പോലെ ഒരു ഒറ്റയടിക്ക് ഒരു 300 പേരെ ലേ ഓഫ് ചെയ്യുന്ന ഒരു പരിപാടി ആയിരുന്നില്ല ടാൽ റോപ്പിൽ ഉണ്ടായിരുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് കൃത്യമായ രീതിയിൽ അവര് നോട്ടീസ് പീരീഡ് തന്നിട്ടുണ്ട് 2 മാസത്തെ. എന്നിട്ടാണ് അവർ ഇറങ്ങാൻ പാടിയിട്ടുണ്ടായിരുന്നത്. അതുപോലെ കമ്പനിയിൽ നിന്ന് റിസൈൻ ചെയ്ത ആൾക്കാർക്ക് ഒട്ടും നോട്ടീസ് പീരീഡ് ഇല്ലാണ്ട് തന്നെയാണ് അവർ ഇറങ്ങിയിട്ടുള്ളത്. ആ ഒരു കാര്യം ക്ലാരിഫൈ ചെയ്തോട്ടെ. ഇനി സെക്കൻഡ് കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഞങ്ങളുടെ കൺസേൺ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇത്രയും മാസം ഒരു 10-11 മാസം വർക്ക് ചെയ്തിട്ടും അതിന് ഒരു സാലറി തരാണ്ട് പോകുന്ന ഒരു സിറ്റുവേഷൻ ആണ് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അതായത് 11 മാസത്തെ സാലറി നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല. 11 മാസത്തെ കിട്ടിയിട്ടില്ല. പിന്നെ വേറൊരു കാര്യം കൂടി ഞാൻ ക്ലാരിഫൈ ചെയ്യാണ്. കാരണം ഇപ്പം ഞാൻ കുറച്ച് മീഡിയാസിൽ കൊടുക്കുകയും അതുപോലെ തന്നെ ന്യൂസും കാര്യങ്ങളൊക്കെ വന്നപ്പം എന്തുകൊണ്ട് 11 മാസം നിങ്ങൾക്ക് സാലറി കിട്ടാണ്ടപ്പം നിങ്ങൾ എന്തുകൊണ്ട് അവിടെ വർക്ക് ചെയ്തു, നിങ്ങൾ എന്തിനാണ് എത്രയും കാലം വർക്ക് ചെയ്തു എന്നുള്ളൊരു ചോദ്യം വരികയുണ്ടായി. അതൊന്ന് ക്ലാരിഫൈ ചെയ്യാണ്. ഒന്നുമില്ല, ഞാൻ ജോയിൻ ചെയ്ത 2025 ജനുവരി 1 മാസത്തെ സാലറി കൃത്യമായ രീതിയിൽ 1 മാസം കഴിഞ്ഞ് ഞങ്ങൾക്ക് കിട്ടുകയുണ്ടായി, ഞാൻ അടക്കമുള്ള എല്ലാ എംപ്ലോയീസിനും. അതിനുശേഷം 3-4 മാസം ഇടപെട്ടിട്ടാണ് അടുത്ത മാസത്തെ സാലറി നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഒരു സൈക്കിളാണ് അവർ എന്താക്കിയിട്ടത് കണ്ടിന്യൂ ചെയ്ത് പോയിരുന്നത്. അങ്ങനെയാണ് ഈ ഒരു 11 മാസത്തെ നമുക്ക് വന്നത്. ലാസ്റ്റ് ടൈം ഒരു ഒക്ടോബർ ആയതിനു ശേഷം നമുക്ക് സാലറി കിട്ടാറേ ഉണ്ടായിരുന്നില്ല. ലൈക്ക് നമ്മളെ ഈ പറഞ്ഞ IT ഡിപ്പാർട്ട്മെന്റിൽ സംബന്ധിച്ചിട്ട് പിന്നെ അങ്ങോട്ട് സാലറി കിട്ടിയിട്ടേ ഇല്ല. ബട്ട് മറ്റുള്ള ഡിപ്പാർട്ട്മെന്റുകൾക്ക് സാലറി പിന്നെയും കൊടുത്തിട്ടുണ്ടായിരുന്നു. ബട്ട് നമുക്ക് പിന്നെ ഒട്ടും കിട്ടിയിട്ടില്ല. അങ്ങനെയാണ് ഒരു 11 മാസത്തെ ഗ്യാപ്പ് അവിടെ വന്നിട്ടുള്ളത്. ഈ കമ്പനിയിൽ നിന്ന് നിങ്ങൾക്ക് കൃത്യമായ നോട്ടീസ് നൽകിയിരുന്നോ? പിരിഞ്ഞു പോകാനാണോ അവർ ആവശ്യപ്പെടുന്നത്? അവർ പിരിഞ്ഞു പോകുന്ന അവർ പറയുന്നുണ്ട് ഒരു ക്രൈസിസിലാണ്, ബട്ട് നിങ്ങൾ ഇങ്ങനെ എന്താക്കണം, റിസൈൻ ചെയ്യണം, 2 മാസം നോട്ടീസ് പീരീഡ് നിങ്ങൾക്ക് ഉണ്ട്, അപ്പോഴേ നിങ്ങൾക്ക് വേറൊരു കമ്പനി നോക്കാന്ന് പറയുന്നുണ്ട്. നമ്മൾ ഓക്കെ, നമുക്കത് കുഴപ്പമില്ല, കാരണം അവർ പ്രൈവറ്റ് ഫേം ആണ്, ശരി ആയിരിക്കാം, മേ ബി ആണോ ആവാതിരിക്കും. ബട്ട് നമ്മുടെ കൺസേൺ എന്ന് പറഞ്ഞാൽ സാലറി മാത്രമാണ്. ഞങ്ങൾ ചോദിച്ചത് അന്നും ഇന്നും ചോദിക്കുന്നത് സാലറി മാത്രമാണ്. നമ്മൾ അത്രയും കാലം അവിടെ വർക്ക് ചെയ്ത ഒരു എമൗണ്ട് ഇട്ട് അത്രയും കാലം വർക്ക് ചെയ്ത പൈസ അത് നമുക്ക് കൃത്യമായി നമ്മുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം. അവർ നമ്മളോട് പറയണ്ടായി, ലാസ്റ്റ് ഇറങ്ങുന്ന സമയത്തും പറഞ്ഞു, നിങ്ങൾക്ക് ഈ 2 മാസത്തെ നോട്ടീസ് പീരീഡ് കഴിയുമ്പോഴത്തേക്കും മെയ് 31 സാലറി നിങ്ങളുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവുന്നു, എല്ലാ അക്കൗണ്ട്സായിട്ട് ബന്ധപ്പെട്ട നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ക്ലിയർ ചെയ്യാമെന്നും നിങ്ങൾക്ക് ഇറങ്ങാമെന്നും പറയണ്ടായി. പക്ഷെ എന്നിട്ട് പോലും അവർ അതൊന്നും ചെയ്യാറില്ല. അത് സാലറി തരുന്ന കാര്യത്തിൽ മാത്രം അവർ എന്താക്കുന്നു, ഇതെല്ലാം അവർ വാക്ക് തെറ്റിക്കാറുണ്ടായിരുന്നു. ശരി, ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ശ്രീ ഫൈസൽ ബിൻ സിറാജ്, നിങ്ങൾക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങളെല്ലാം ലഭിച്ചോ? എന്താണ് കമ്പനിയെ അടച്ചുപൂട്ടലിലേക്ക് നയിച്ച ഘടകങ്ങൾ? സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ലഭിക്കേണ്ട സാലറി എല്ലാം കറക്റ്റ് അവിടെ ലാസ്റ്റ് വർക്കിംഗ് ഡേ നമുക്ക് ക്രെഡിറ്റ് ആയിട്ടുണ്ട്. ടാൽറൂം കമ്പനികളെ പോലത്തെ പ്രതിസന്ധി ഞങ്ങൾക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. കിട്ടേണ്ട ശമ്പളം എല്ലാം കറക്റ്റ് മാസാവസാനം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് മാത്രമല്ല, നമുക്കിപ്പോൾ ഒരു കോമ്പൻസ് അല്ലെങ്കിൽ ഒരു
നോട്ടീസ് പീരീഡ് സേവ് ചെയ്തതിൻ്റെയും പിന്നെ ഒരു അപ്സ്കില്ലിംഗ് ഫണ്ടായിട്ടും നമുക്കൊരു 2 മാസം ശമ്പളം നമ്മുടെ അക്കൗണ്ടിൽ കയറിയിട്ടുണ്ട്. പക്ഷെ കമ്പനി അടച്ചുപൂട്ടാനുള്ള കാരണം എന്താണെന്ന് മാത്രമാണ് നമുക്ക് വ്യക്തമല്ലാത്തത്. കാരണം ഇത് വളരെ ലാഭത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു കമ്പനി തന്നെയാണ്. അവർ കേരളത്തിലെ ഓപ്പറേഷൻസ് മാത്രമാണ് ഇപ്പോൾ അവസാനിപ്പിച്ചിട്ടുള്ളത്. അതല്ലാതെ ബാക്കി സംസ്ഥാനങ്ങളെല്ലാം അവർ മുന്നോട്ട് പോവുക തന്നെയാണ്. ഈ നമ്മുടെ കേരളത്തിൽ മാത്രമാണ് ലാഭത്തിൽ പോകുന്ന കമ്പനി എന്ന് പറയുമ്പോൾ എത്രമാത്രം ലാഭത്തിലാണ് കമ്പനി പോകുന്നത്? നമ്മളൊക്കെ വിചാരിക്കുന്നതിനേക്കാൾ എത്ര വലുതാണ് അവരുടെ ലാഭം. ഇത് മെഡിക്കൽ കോഡിംഗ് ആണല്ലോ. എനിക്ക് തോന്നുന്ന കമ്പനിയുടെ മൊത്തം മാസത്തിൽ 45 ലക്ഷം കോടിയിലധികം വരുമെന്നാണ് ഞാൻ ഇവിടെ വായിച്ചോ കേട്ടോ പറഞ്ഞത്. വളരെ ലാഭത്തിലാണ്. അപ്പൊ നമ്മളിപ്പോ 890ഓളം സ്റ്റാഫുകൾക്ക് ഒരു ദിവസം ഒറ്റ രാത്രി കൊണ്ട് ഇത്ര എമൗണ്ട് അവർ നമ്മുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പൊ അവരുടെ എന്തായാലും പോയിരുന്നത്. ഇത് മാത്രമല്ല, അതായത് 45 ലക്ഷം കോടിയുടെ ടേൺ ഓവർ അതോ പ്രോഫിറ്റോ? ടേൺ ഓവർ ആവും. ശരി. CSR അവാർഡ് ജേതാവാണല്ലോ കോറോ ഹെൽത്ത്. അതായത് 450 കോടിയോളം അവർ ഇന്ത്യയിൽ നിക്ഷേപിച്ചിട്ടുണ്ട് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന നിലയ്ക്ക്. അപ്പൊ അത് 2% മാത്രമാണ് ഈ 450 കോടി. അപ്പൊ വളരെ ലാഭത്തിലായതുകൊണ്ട് മാത്രമാണല്ലോ ഒരു 450 കോടി ഈ CSR ആയിട്ട്, അതായത് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി കൂടെ ഇൻവെസ്റ്റ് ചെയ്തു. അതെ. എവിടെയാണ് കമ്പനിക്ക് പാളിപ്പോയത്? കമ്പനി ഇവിടെ പാളിപ്പോയത് ചോദിച്ചാൽ, ഞങ്ങളുടെ പെട്ടെന്ന് ഒരു ദിവസം, അതായത് ജൂലൈ 3 രാവിലെ വന്ന് ഇവിടെ നിന്ന് ഇറങ്ങിക്കോളൂ എന്ന് പറയുമായിരുന്നല്ലോ. അതായത് അവർ കേരളത്തിൽ നിന്ന്, അതായത് കേരളത്തിലെ 2 ലൊക്കേഷനാണ്, അതായത് കോഴിക്കോട്, കൊച്ചി. ഇവിടെയുള്ള ഓപ്പറേഷൻസ് മൊത്തത്തിൽ നിർത്താമെന്ന് അവർക്ക് മാസങ്ങൾക്ക് മുമ്പേ അവർ തീരുമാനിച്ചതാവാം. എന്നിരുന്നാലും കോഴിക്കോടും കൊച്ചിയുള്ള ലൊക്കേഷനാണ് ഈ കൺട്രിയിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് പെർഫോമിംഗ് ആയ ലൊക്കേഷൻ. നമ്മൾ ചെയ്യുന്ന അതേ ജോലി തന്നെ ഈ കോയമ്പത്തൂർ, ചെന്നൈയോ, ഹൈദരാബാദോ, നോയിഡയോ, ഇവിടെ എല്ലാവരും ബാംഗ്ലൂർ ആയാലും ഇവരൊക്കെ ചെയ്യുന്നത് നമ്മുടെ അതേ ജോലി തന്നെയാണ്. പക്ഷെ അവർ സ്പെസിഫിക്കലി ഈ ലൊക്കേഷൻ രണ്ടും എടുത്തു മാറ്റാണ് ചെയ്തത്. അവർ ഇനി ഇവിടെ ഓപ്പറേഷൻ തുടരണ്ട എന്ന് കരുതിയിട്ടോ. അല്ലാതെ കമ്പനിയുടെ ഒരു ഓപ്പറേഷൻസ് ഇതുവരെ ഇന്ത്യയിൽ എക്സെപ്റ്റ് കേരളത്തിലുള്ള 2 ലൊക്കേഷനും അവർ ഓപ്പറേഷൻ സ്റ്റോപ്പ് ഇവിടെ ചെയ്ത്, ബാക്കിയുള്ളതൊക്കെ അതേ രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. ഈ കമ്പനി അടച്ചുപൂട്ടാൻ പോകുന്നൊരു സൂചന നിങ്ങൾക്ക് മുൻപേ ലഭിച്ചിരുന്നോ? ഇല്ല, ഞങ്ങൾക്ക് അന്ന് രാവിലെ എത്തിയപ്പോൾ മാത്രമാണ് സീനിയർ മാനേജർ ആയാലും ആരായാലും അറിയുന്നത്. അന്ന് രാവിലെ മാത്രമാണ് നമുക്ക് ഇതിനെപ്പറ്റി അവർ വന്ന് നമുക്കൊരു മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞ് എല്ലാവരും ഗ്യാദർ ചെയ്യിപ്പിക്കുന്നു. അറ്റ് എ ടൈം കാലിക്കറ്റിലും കൊച്ചിയിലും ഒരേ സമയത്ത് 2 ലൊക്കേഷനിലും ആളുകൾ എത്തുന്നു. മീറ്റിങ്ങിന് വേണ്ടി നമ്മൾ വിളിച്ചു കൂട്ടുന്നു. എന്നിട്ട് ഒരു ബുദ്ധിമുട്ടുള്ള ഒരു ന്യൂസ് പറയാനാണ് എന്ന് പറഞ്ഞാണ് ഇവര് ഞങ്ങളെ അറിയിക്കുന്നത്. ആ സമയത്ത് മാത്രമേ ഞങ്ങൾ ഇതിനെപ്പറ്റി അറിഞ്ഞത്. അന്ന് രാത്രി തന്നെ നമുക്ക് ഈ കോമ്പൻസേഷൻ എമൗണ്ട് അക്കൗണ്ടിൽ കയറി. അന്ന് രാവിലെയാണ് ഞങ്ങൾ അറിഞ്ഞത് ഇനി മുതൽ നമ്മൾക്ക് ജോലി നഷ്ടപ്പെട്ടു എന്നുള്ള വിവരം. ഈ നിലവിലത്തെ അവസ്ഥയിൽ നിങ്ങളുടെ ഡിമാൻഡ് എന്താണ്? ഞങ്ങളുടെ ഡിമാൻഡ് കമ്പനി തുറക്കണം എന്നുള്ളത്. പക്ഷെ അതിന് ഒരിക്കലും സാധ്യതയില്ല. ഈ 10 ഇപ്പം ബിന്ദുകൃഷ്ണയുമായിട്ട് മീറ്റിംഗ് നടന്നിരുന്നു. അവരെന്തായാലും കേരളത്തിൽ ഓപ്പറേഷൻ സ്റ്റോപ്പ് ചെയ്തു എന്നാണ് അവർ തീർത്തും പറഞ്ഞത്. പിന്നീട് അവരൊരു ജൂൺ 20 വരെ ഒരു മീറ്റിംഗ് അവരായിട്ട് നമുക്കൊരു പ്രപ്പോസൽ തരാമെന്നാണ്. അത് നമുക്ക് ജൂൺ 20 മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ബേസിക്കലി നമ്മുടെ ആവശ്യം ഈ ജോലി വേണമെന്നതാണ്. കാരണം നമ്മൾ CPC സർട്ടിഫൈഡ് ആയ തൊഴിലാളികളാണ്. അതായത് സർട്ടിഫൈഡ് പ്രൊഫഷണൽ കോഡർ. അത് AAPC എന്ന ഒരു അമേരിക്കൻ സംഘടനയാണ് ഇത്. അതായത് അമേരിക്കൻ അക്കാഡമി ഓഫ് പ്രൊഫഷണൽ കോഡേഴ്സ് എന്ന സംഘടന നമുക്ക് ഒരു സർട്ടിഫിക്കറ്റ് നൽകുന്നു. അതിന് 1 ലക്ഷത്തോളം നമ്മൾ ചെലവാക്കി ആ സർട്ടിഫൈഡ് ആയി നമ്മൾ ഈ ജോലിക്ക് പ്രവേശിക്കുന്നു. നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത് ഇവിടെ ഈ മെഡിക്കൽ കോഡിങ്ങിലുള്ള ഒരു ജോലിയാണ്. നമുക്ക് ആകെ അറിയുന്നത് ഇപ്പൊ ഈ മെഡിക്കൽ കോഡിംഗ് ആണ്. ഈ ജോലിയാണ് നമുക്ക് അറിയുന്നത്. ഇതാണ് നമ്മൾ ഈ ജോലി എന്തായാലും ഇവർ പറയുന്ന പ്രകാരം ഇനി കേരളത്തിൽ ഇവര് തിരിച്ചു വരാൻ സാധ്യതയില്ല. ഈ ഓഫീസുകളൊന്നും ഇനി തുറക്കാൻ ഒരു സാധ്യതയില്ല. മറിച്ച് നമ്മളെ റീലൊക്കേഷൻ എന്നൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. കാരണം നമ്മുടെ ഇതേ സ്ഥാപനം, അതായത് ഈ കൊച്ചിയിലും കോഴിക്കോടും ഒരുപാട് ഹൈ പെർഫോമിംഗ് ആയ തൊഴിലാളികളുണ്ട്, ജീവനക്കാരുണ്ട്. അവരെ എല്ലാവരും കൂട്ടത്തോടെ പിരിച്ചുവിടാണല്ലോ ഉണ്ടായത്. അല്ലാതെ ലോ പെർഫോമിംഗ് ആയ കുറച്ച് പേരെ പുറത്താക്കുകയോ ബാക്കി ഹൈ പെർഫോമിംഗ് ആയ പിള്ളേരെ അവിടെ നിർത്തി വേറെ ലൊക്കേഷനിലോട്ട് മാറ്റുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ അതൊരു പരിധിവരെ നമുക്ക് അംഗീകരിക്കാൻ വരുന്നു. പക്ഷെ ഇത് സീനിയർ മാനേജർ മുതൽ ടീം ലീഡേഴ്സ് മുതൽ എന്നെ പോലുള്ള കോഡേഴ്സിനെ വരെ ഒറ്റ ദിവസം ഒരു മുന്നറിയിപ്പില്ലാതെ പുറത്താക്കുകയാണ്. അപ്പൊ നമുക്ക് എന്താ ഇനി ഭാവിയിൽ എന്ത് ചെയ്യണമെന്ന് ഒരു ധാരണ ഇപ്പോൾ ഇല്ല. റീലൊക്കേഷൻ പോലും അയച്ചിട്ടില്ല. പിന്നീട് അറ്റ്ലീസ്റ്റ് ഏറ്റവും മിനിമം നമുക്ക് ഈ കിട്ടിയ കോമ്പൻസേഷൻ അതിനി നമുക്കിനി അടുത്ത ജോലി കിട്ടുന്നവരെ നമുക്കൊരു
കൂടുതൽ കോമ്പൻസേഷൻ എങ്കിലും മിനിമം കിട്ടണമെന്നാണ് ഞങ്ങളുടെ ഏറ്റവും മിനിമം ആവശ്യം. അല്ലെങ്കിൽ നമുക്ക് ജോലി തിരിച്ചു വരും. എന്തായാലും കേരളത്തിലോ കോഴിക്കോട് ഇനി എന്തായാലും ഇവര് റീഓപ്പൺ ചെയ്യാൻ പോകുന്നില്ല. അറ്റ്ലീസ്റ്റ് ഇതേ കമ്പനിയുടെ തന്നെ മറ്റു ലൊക്കേഷനിലൊക്കെ ഒരു ട്രാൻസ്ഫർ തരാം, അതെങ്കിലും കമ്പനി ആലോചിക്കണമായിരുന്നു. നിങ്ങൾ കമ്പനിയിലെ സ്ഥിരം ജീവനക്കാരാണോ അതോ താൽക്കാലിക അതെ അതെ, വ്യവസ്ഥ? ഞങ്ങള് അല്ല, ഇവിടെ താൽക്കാലിക വ്യവസ്ഥയിൽ, അതായത് നമുക്ക് പ്രൊജക്ട് അധികം വരുമ്പോൾ 1-2-3 മാസത്തിന് കോൺട്രാക്ട് ബേസിൽ സ്റ്റാഫുകൾ എടുക്കാറുണ്ട്. പക്ഷെ ഞങ്ങള് ഇപ്പൊ അവരൊക്കെ തന്നെ ഒരു മുന്നറിയിപ്പ് ഇല്ലാതെ ഇനി വരണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് മാത്രമല്ല, ഇതിന് ഒരു 3 മാസം മുമ്പ് ഇതുപോലെ ഒരു 150-200 പേര് പുറത്താക്കിയിട്ടുണ്ട്. അത് അവര് പറയുമ്പോൾ അവിടെ സ്ഥിര ജീവനക്കാരായിട്ടില്ല, 6 മാസത്തിൽ കുറവ് മാത്രം അവിടെ ജോലി ചെയ്തവരെ, അതായത് അവരുടെ പെർമനന്റ് സ്റ്റാഫ് അല്ലാത്തവരെ അവർ പറഞ്ഞയച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ഈ ജോലി നഷ്ടപ്പെട്ട ഈ 800-ൽ പരം തൊഴിലാളികൾ അവിടുത്തെ സ്ഥിരം സ്റ്റാഫുകളാണ്. അതായത് മിനിമം 2 വർഷം എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണ് ഇപ്പോൾ പുറത്താക്കിയത്. ശരി, കേരളത്തിന് പുറത്ത് ഇന്ത്യയുടെ മറ്റു എവിടെയെല്ലാം ഭാഗങ്ങളിൽ ഇത് പ്രവർത്തിക്കുന്നുണ്ട്? ഇത് ഹൈദരാബാദ്, ചെന്നൈ, ബാംഗ്ലൂർ, കോയമ്പത്തൂർ, നോയിഡ. ഇനിയിപ്പോൾ ഉത്തർപ്രദേശിൽ ഇവര് പുതുതായിട്ട് ഒരു ഓഫീസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ശരി, താങ്കളിലേക്ക് മടങ്ങി വരാം. ശരി, വ്യക്തമാണ്. ശ്രീ അനൂപ് എബി, അദ്ദേഹം പറഞ്ഞതുപോലെ AI കാരണം ജോലി പോകുന്നത് കേരളത്തിൽ മാത്രമുള്ള ഒരു പ്രതിഭാസമാണോ? കേരളത്തിന് പുറത്ത് മറ്റ് സ്ഥലങ്ങളിൽ ഈ കമ്പനി പ്രവർത്തിക്കുന്നുണ്ട്. ഈ ആഗോള IT കമ്പനികൾ അപ്സ്കില്ലിങ് മുതലായവയൊക്കെ ചെയ്ത് ജീവനക്കാരെ നിലനിർത്തുന്നുണ്ടല്ലോ. കേരളത്തിൽ ആ മോഡൽ വർക്ക് ചെയ്യുന്നില്ലേ? അല്ല, ഇതിനകത്തെ ഒരു കാര്യം ഞാൻ കറക്റ്റായിട്ട് പറയാം. ഇപ്പം ഈ പ്രോബ്ലം ഉണ്ടായ ന് ശേഷം എല്ലാ മീഡിയകളിലും വന്ന ഒരു ന്യൂസായിരുന്നു ഇതേപോലെ മറ്റ് സംസ്ഥാനങ്ങളിൽ ഇവർ ധാരാളം ആൾക്കാരെ എടുക്കുന്നു, അതെന്തുകൊണ്ടാണ് ഒരു കമ്പനി ലോസിലാണെങ്കിൽ എങ്ങനെയാണ് അങ്ങനെ എടുക്കുന്നതെന്നുള്ളതിനെ പറ്റിയിട്ട് ഇവർ മാത്രം എല്ലാവരും അത് പറയുന്നുണ്ടാണ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ കമ്പനി ചെയ്യുന്നത് മെഡിക്കൽ കോഡിംഗ് ആണ്. അതായത് ഈ പറയുന്ന പേഷ്യൻസിൻ്റെ ഡേറ്റ കാര്യങ്ങൾ അത് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ളതാണ് ഇവരുടെ ഈ രാജ്യത്ത് ചെയ്യുന്നത്. ഈ രാജ്യത്തുള്ള മെഡിക്കൽ കോഡിങ്ങിൻ്റെ അല്ലെങ്കിൽ ഈ രാജ്യത്തുള്ള ഡേറ്റ മുഴുവനും വേറുള്ള രാജ്യങ്ങളിലോട്ടോ അല്ലെങ്കിൽ മറ്റ് അവരുടേതായിട്ടുള്ള ലൊക്കാലിറ്റിയിലോട്ടായിരിക്കും അവരിത് ചെയ്യുന്നത്. അപ്പോൾ ഈ പറയുന്ന ഒരു ലൊക്കാലിറ്റി, കേരളം എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിൽ ടെക്നോളജി ഏറ്റവും കൂടുതൽ മെഡിക്കൽ ഫീൽഡിൽ ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുള്ള ഒരു സ്ഥലമാണ്. അപ്പം ഇവിടെ സംബന്ധിച്ച് ഒരു ഡേറ്റാബേസ് അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിൻ്റെ ഡേറ്റാബേസ് കിട്ടാനായിട്ട് വലിയ ബുദ്ധിമുട്ടില്ല. അത് നിങ്ങൾ കഴിഞ്ഞ ഒരു 5 വർഷത്തെ കേരളത്തിലെ മെഡിക്കൽ ഫീൽഡിലെ ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രം നോക്കിയാൽ മതി. അതിനകത്ത് ബ്ലാക്ക് സ്റ്റോൺ അടക്കമുള്ള കമ്പനികൾ, ആസ്ട്രകിൻസ് പോലുള്ള കമ്പനികൾ എല്ലാവരും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതല്ല ഇപ്പം ഈ ഹൈദരാബാദ് പോലുള്ള സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ ചെന്നൈ ആയിക്കോട്ടെ, ബാംഗ്ലൂർ ആയിക്കോട്ടെ, ഇത് കർണാടക ആയിക്കോട്ടെ, ഇതുപോലുള്ള സ്റ്റേറ്റുകളിലെല്ലാം ഇപ്പോഴും ഈ കുറിപ്പുകൾ കയ്യിൽ, അതായത് ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ അടക്കം കുറിപ്പ് എഴുതി കൊടുത്തിട്ടാണ് അവിടുത്തെ മരുന്നുകളും കാര്യങ്ങളെല്ലാം മേടിക്കുന്നത്. അപ്പോൾ ടെക്നോളജി ആ മേഖലയിൽ എത്തിയിട്ടില്ല. ഉത്തർപ്രദേശിനെ സംബന്ധിച്ച് ഉത്തർപ്രദേശിൽ ഇപ്പം അവർ ചിലപ്പോൾ 1000 പേരെ 10,000 പേരെ വരെ അവർ എടുത്തുന്നിരിക്കും. കാരണം അത്രയും വലിയൊരു സ്റ്റേറ്റ് ആണ്. അത്രയും സ്റ്റേറ്റിൽ ഹോസ്പിറ്റലുകളൊന്നും ഇന്റഗ്രേഷൻസ് നടന്നിട്ടില്ല. അതുകൊണ്ട് മാത്രമാണ് അവർ അതെടുക്കുന്നത്. പിന്നെ ഇവർ ഈ സ്റ്റേറ്റിൽ നിന്നുള്ള ഒരാളെയും വേറൊരു സ്റ്റേറ്റിലോട്ട് അവർ അക്കോമഡേറ്റ് ചെയ്യത്തില്ല. അവരങ്ങനെയാണ് അവരുടെ പ്രൊസീജിയർ. ഇതാണ് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള കാര്യം. കൊറോ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ആക്ടിവിറ്റിയിലായിരുന്നു. അപ്പോൾ അവർ ആ ലൊക്കാലിറ്റിയിൽ അവിടുത്തെ ഗവൺമെൻറ്റുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് അവർ പറയും ഞങ്ങളൊരു 1000 പേർക്ക് ഞങ്ങൾ തൊഴിൽ കൊടുക്കും, അല്ലെങ്കിൽ 2000 പേർക്ക്. ഒരു ചീറ്റിംഗ് ആണ് ഇതിനകത്ത് നടക്കുന്നത്. പിന്നെ ഇപ്പോൾ ഇതിനകത്ത് ഈ മെഡിക്കൽ കോഡിങ്ങിൻ്റെ ഒരു രജിസ്ട്രേഷൻ്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ പറഞ്ഞ AIP അല്ലെ ആ ഒരു ഇത് അവർ ഈ എന്ന് പറയുന്ന അനു, എൻ്റെ ചോദ്യം സ്പെസിഫിക് ആണ്. ഇത് കേരളത്തിൽ മാത്രം എന്തുകൊണ്ട് സംഭവിക്കുന്നു? മറ്റ് സംസ്ഥാനങ്ങളിൽ ഈ വിഷയം ഉണ്ടാകുന്നില്ല. മറ്റ് സംസ്ഥാനങ്ങളിൽ അത് വളരെ സ്മൂത്തായിട്ട് ഫങ്ഷൻ ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ട് കേരളത്തിൽ മാത്രം? അതാണ് ഞാൻ പറഞ്ഞത്. കേരളത്തിലെ ടെക്നോളജി മെഡിക്കൽ ഫീൽഡ് ഇവർ ചെയ്യുന്ന ജോലി എന്ന് പറഞ്ഞാൽ മെഡിക്കൽ കോഡിംഗ് ആണ്, മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷനാണ് ഇവർ ചെയ്യുന്നത്. ഹോസ്പിറ്റലുകളിൽ നിന്ന് കിട്ടുന്ന ഡേറ്റാസ് അതേതായിട്ടുള്ള മെഡിക്കൽ കോഡ് യൂസ് ചെയ്തിട്ട് ആ ഡേറ്റാബേസിലോട്ട് എത്തിക്കുകയാണ്. അപ്പോൾ ഈ മെഡിക്കൽ ടേംസ് എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ലെവലിൽ ആ ടേംസ് ഒന്നാണ്. നമ്മളിപ്പോൾ ആയുർവേദത്തെ പോലെ അങ്ങനെയല്ല, ഒറ്റ ടേംസിലാണ് നോക്കുന്നത്. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന കോഡ്, ഇവിടെ ഇരിക്കുന്ന ഒരു പേഷ്യൻറ്റിൻ്റെ
ഡീറ്റെയിൽസ്, ഇപ്പോൾ അവർക്ക് ഡിസ്ചാർജ് സമ്മറിയാണ്. ഇത് വേൾഡിൽ ഏത് സ്ഥലത്തും ഇത് പ്രോസസ്സ് ചെയ്യാം. അപ്പോൾ ഇത് കേരളത്തിൽ മാത്രം അല്ല ഇത് സംഭവിക്കുന്നത്, ഇനി മറ്റ് സംസ്ഥാനങ്ങളിലും ഇത് വളരെ വേഗത്തിൽ സംഭവിക്കും. അത് അവർക്ക് എത്രത്തോളം ഹോസ്പിറ്റലുകളിൽ അവർക്ക് ഡാറ്റാബേസിലോട്ട് റീച്ച് ചെയ്യാൻ പറ്റുമോ എന്നാണ് അവർക്കത് റീച്ച് ചെയ്യാൻ പറ്റുന്നത്, അന്ന് അവരവിടെ മുഴുവൻ ആൾക്കാരെ പറഞ്ഞു വിട്ടു. ഈ തൊട്ട് മുമ്പ് സംസാരിച്ച ഫൈസൽ പറയുന്നു കോറോ ഹെൽത്തിൻ്റെ മറ്റ് സംസ്ഥാനങ്ങളിലുള്ള ഓഫീസുകളെല്ലാം ഫങ്ഷൻ ചെയ്യുന്നുണ്ട്, അവിടെയെല്ലാം ഈ ജോലി നടക്കുന്നുണ്ട്, കേരളത്തിൽ മാത്രമാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്, ഇവരെ അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പോലും കമ്പനി തയ്യാറാവുന്നില്ല. എൻ്റെ ചോദ്യം വളരെ സ്പെസിഫിക് ആണ്, എന്തുകൊണ്ടാണ് കേരളത്തിൽ മാത്രം ഇത് സംഭവിക്കുന്നത്? അല്ല, അതാണ് ഞാൻ പറഞ്ഞത്, വ്യക്തമായില്ലേ? അതായത് മറ്റ് സ്റ്റേറ്റിൽ അവർ എടുക്കില്ല, കാരണം അവർക്ക് ലോക്കലായിട്ടുള്ള അവിടെ ആക്സസ് വേണം. ആ ലോക്കൽ ആക്സസിന് വേണ്ടിയിട്ട് ആ ലോക്കൽ ഗവൺമെന്റിൽ നിന്ന് അവർ ഗവൺമെന്റുമായിട്ട് അപ്രോച്ച് ചെയ്തിട്ട് ഞങ്ങൾ ഇത്ര പേർക്ക് തൊഴിൽ കൊടുക്കാം എന്നുള്ള ഡിമാൻഡിലാണ് അവർ എടുക്കുന്നത്. കാരണം കേരളത്തിനെ സംബന്ധിച്ച് കേരളത്തിലെ എല്ലാ ഹോസ്പിറ്റലുകളും അവരുടെ ടെക്നോളജി ഇൻ്റഗ്രേറ്റ്, അതായത് അവരുടെ ഇപ്പോൾ ഒരു ബില്ല്, നിങ്ങളിപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ പോവാണ്, ഇപ്പം നിങ്ങൾ ഇന്നൊരു പനിയായിട്ട് ആസ്ട്രയിൽ പോയി, നാളെ നിങ്ങളൊരു മുട്ടിന് വേദനയായിട്ട് കിംസിൽ ചെന്ന് കഴിഞ്ഞാലും നിങ്ങളുടെ ഡേറ്റാബേസ്, ബാക്ക് എൻഡിലെ ഡേറ്റാബേസ് സെയിം ആയിരിക്കും. നിങ്ങൾ ഏത് മെഡിസിനാണ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് ഇതെല്ലാം അവർക്ക് ഈ പറയുന്ന കോറോ ഹെൽത്ത് എന്ന് പറയുന്ന കമ്പനിക്ക് അതാണ്. പക്ഷെ എന്തുകൊണ്ടാണ് ഈ കമ്പനിക്ക് ഈ ഇന്ത്യയിൽ പ്രവർത്തിക്കാനായിട്ടുള്ള അനുമതി കൊടുത്തതെന്നുള്ളത് വളരെയധികം ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. കാരണം മെഡിക്കൽ കോഡിങ് ചെയ്യേണ്ടത് അതാത് ഹോസ്പിറ്റലുകളാണ്. അതാത് ഹോസ്പിറ്റലുകൾ അതുപോലുള്ള ഇൻഷുറൻസ് കമ്പനികളുമായിട്ട് ടൈപ്പ് ചെയ്തിട്ട് ചെയ്യേണ്ട, ലോക്കലി ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ്. അതായത് ഇപ്പം അതൊക്കെ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അതല്ല ഇതുപോലെ ആൾക്കാരെ പറഞ്ഞു വിടുന്ന അങ്ങനത്തെ ഒരു പ്രോസസ്സിലോട്ട് വരുന്നത്. മറ്റ് സ്റ്റേറ്റുകളിലെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ടെക്നോളജി എത്തിയിട്ടില്ല. ഹോസ്പിറ്റലുകളിൽ അവിടെ വളരെ ലോ ആയിട്ടാണ്. അവിടെ ഈവൻ ഒരു ബില്ലിംഗ് സിസ്റ്റം പോലും ഇല്ലാത്ത സ്ഥലങ്ങളുണ്ട് അവിടെ. അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കോറോ ഹെൽത്ത് പോലുള്ള ഒരു കമ്പനിക്ക് മാൻ പവറിനെ കൂട്ടിയേ പറ്റൂ. അതിനവർ അവിടെ മാക്സിമം മാൻ പവറിനെ എടുക്കും. അത് അവിടുത്തെ ലോക്കലി ഉള്ള ഇതിന്റെ രീതിയിൽ. പക്ഷെ ഇവരെ കൊണ്ട് ചെയ്യിക്കുന്ന പ്രോസസ്സ് മുഴുവനും അമേരിക്കയിൽ നിന്നും അല്ലെ മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള പ്രോസസ് ആയിരിക്കും ചെയ്യിക്കുന്നത്. കാരണം ഒരു സ്റ്റേറ്റിലെ ഡാറ്റാബേസ് അതേ സ്റ്റേറ്റിലെ കൊണ്ട് അവിടെയുള്ള സ്റ്റാഫുകളെ കൊണ്ട് അവർ റൺ ചെയ്യിപ്പിക്കത്തില്ല. അത് അവരുടെ കമ്പനിയുടെ പോളിസിയാണ്. ശരി, ഇത്തരം തൊഴിൽ നഷ്ടം ഭാവിയിൽ ഉണ്ടാകാതിരിക്കാൻ എന്താണ് ചെയ്യേണ്ടത്? അതാണ് ഞാൻ ഇതിന് തൊട്ട് മുമ്പ് പറഞ്ഞത്. ഇത്തരം അമേരിക്കൻ ഇതുപോലുള്ള കോർപ്പറേറ്റ് കമ്പനികളെ കംപ്ലീറ്റ്ലി നമ്മുടെ രാജ്യത്ത് നിന്ന് മാറ്റിയിട്ട് ഇവിടെ മെഡിക്കൽ ഈ മേഖലയിൽ തൊഴിലവസരങ്ങൾ നിലവിലുള്ള തൽസ്ഥിതി തുടരാനാണെങ്കിൽ ഹോസ്പിറ്റലുകളും എന്താണേലും നിങ്ങളൊരു ഹോസ്പിറ്റലിൽ ചെല്ലുന്ന സമയത്ത് നിങ്ങൾക്ക് ഇൻഷുറൻസ് കിട്ടുന്നുണ്ട്. അത് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. നിങ്ങളെപ്പോൾ ഒരു 1000 പേരല്ല 10,000 പേര് കിട്ടുന്നുണ്ട്. അപ്പൊ ഈ ഒരു മേഖലയിൽ ഈ പറയുന്ന ഇൻഷുറൻസ് കമ്പനികൾക്ക് ആവശ്യമായിട്ടുള്ള ഡേറ്റാസ് കൊടുക്കുന്നത് ഇതുപോലെ മെഡിക്കൽ കോഡിങ് പഠിച്ചിട്ടുള്ള കുട്ടികൾ ത്രൂ ആണ്. അതിനവർ അതിന്റെ ഇൻഹൗസിൽ ഇത് ചെയ്യണം. അല്ലാതെ ഇത്തരം കമ്പനികളെ, തേർഡ് പാർട്ടി കമ്പനികളെ വെച്ചിട്ടല്ല ഇത് ചെയ്യേണ്ടത്. ഇങ്ങനെ ഇത് സ്റ്റേബിൾ ആക്കി നിർത്താൻ പറ്റും. പക്ഷെ അതിന് ഗവൺമെന്റ് ഇനിഷ്യേറ്റീവ് എടുക്കണം, ഗവൺമെന്റിന് അതിന്റെ സിസ്റ്റം പഠിക്കണം, അതിന്റെ പോളിസി ഡെവലപ്പ് ചെയ്യണം. അതിന് ആ ഒരു ലെവലിൽ ഗവൺമെന്റ് തലത്തിൽ ആരുമില്ല വർക്ക് ചെയ്യാനായിട്ട് മെഡിക്കൽ സയൻസിൽ. ഇപ്പൊ ഞാനിപ്പോ വർക്ക് ചെയ്യുന്ന ഒരു പ്രൊജക്ട് ഉണ്ട്, അതായത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ടെക്നോളജി ബേസ്ഡ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് സെന്റർ ഫോർ മെഡിക്കൽ സയൻസ്, AI ബേസ്ഡ് ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ്. അതിനകത്ത് ഈ പറഞ്ഞ മെഡിക്കൽ കോഡിങ് വരുന്നുണ്ട്. പക്ഷെ അതിനകത്ത് വളരെ പ്രോപ്പറായിട്ട് വളരെ സ്ട്രക്ചറബിൾ ആയിട്ടാണ് ഇത് ചെയ്യുന്നത്. പക്ഷെ ഇവർ ചെയ്യുന്ന പ്രോസസ്സ് വളരെ ഡിഫറെൻ്റ് ആണ് ഇവർ. ശരി, വ്യക്തമാണ്. ശ്രീ അഭിനന്ദ് PN, ടെയിൽ റോപ്പിൻ്റെ പരാജയത്തിലേക്ക് പെട്ടെന്ന് എത്തുകയായിരുന്നു. ടെയിൽ റോപ്പിൻ്റെ പ്രവർത്തന മേഖല ഏതൊക്കെയാണ്? എങ്ങനെയായിരുന്നു അവരുടെ കേരളത്തിലെ പ്രവർത്തനങ്ങൾ? ഓക്കെ, ടെയിൽ റോപ്പ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ സാർ കേൾക്കുന്നുണ്ടോ? ഉണ്ട്, കേൾക്കാവോ? കേൾക്കാം, പറഞ്ഞോളൂ. ഓക്കെ, ടെയിൽ റോപ്പ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഈ സ്വന്തമായിട്ട് എന്താ പറയാ, ഒരുപാട് സ്റ്റാർട്ടപ്സിനെ ബിൽഡ് ചെയ്യുകയും ആ IT ഫേമുകളിൽ തുടങ്ങിയിട്ട് ആ സ്റ്റാർട്ടപ്സിനെ എന്താക്കുക, ഡെവലപ്പ് ചെയ്യുകയും ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് ടെയിൽ റോപ്പ് എന്ന് പറഞ്ഞത്. മെയിൻലി അതിനാണ് ഫോക്കസ് ചെയ്തിട്ടുള്ളത്. അതിന് മാത്രമല്ല, ടെയിൽ റോപ്പിന് അതുപോലെ തന്നെ ഈ തുടങ്ങുന്ന സ്റ്റാർട്ടപ്സിൽ പ്രൊഡക്റ്റുകൾ ഉണ്ടാവും. ആ പ്രൊഡക്റ്റുകൾക്ക് വേണ്ട സർവീസസും കാര്യങ്ങളാണ് നമ്മൾ അവിടെ നിന്നുള്ള ആൾക്കാർ ചെയ്യേണ്ടിയിരുന്നത്. പെട്ടെന്നൊരു കാലത്ത് ടെയിൽ റോപ്പ് വന്നിട്ട് അങ്ങനെ ആയതല്ല, കുറെ വർഷമായിട്ടുള്ളതാണ്. ബട്ട് എന്താണ്, ഈ ഒരു സ്റ്റാർട്ടപ്സിനെ ബിൽഡ് ചെയ്യുക, അതാണ് അവരുടെ മെയിൻ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ. അതിൽ ഈ പറഞ്ഞ പോലെ മെയിൻ ആയിട്ട് ഫണ്ടിങ് എന്ന് പറഞ്ഞാൽ അവർ ഇൻവെസ്റ്റേഴ്സിനെ കാണുകയും ഇൻവെസ്റ്റേഴ്സിൽ നിന്ന് എടുക്കുന്ന ഈ ഒരു പൈസ വാങ്ങിയിട്ടുള്ളതാണ് അവരെ ഫണ്ടിങ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ടെയിൽ റോപ്പ് ഫണ്ട് ചെയ്യുന്ന കമ്പനിയാണോ? സ്റ്റാർട്ടപ്പുകൾക്ക് ഫണ്ട് ചെയ്യുക എന്നുള്ളതാണോ അവരുടെ പ്രധാന പ്രവർത്തനം? അതെ, സ്റ്റാർട്ടപ്പുകൾക്ക് വേണ്ട എല്ലാ രീതിയിലുള്ള സഹായം, ഫണ്ടിങ് മാത്രമല്ല. വെഞ്ചർ ക്യാപിറ്റലിസ്റ്റുകളായിട്ടാണോ അവർ പ്രവർത്തിക്കുന്നത്?
അതെ 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 അങ്ങനെയാണ്. ബട്ട് വെറും ഒരു ഫണ്ടിങ് എന്നുള്ളതിൽ മാത്രം ഒതുങ്ങി പോകുന്ന കമ്പനി അല്ല ടാൽറോപ്പ് എന്ന് പറഞ്ഞാൽ. അവരെന്താക്കുന്ന വെച്ചാൽ ഫണ്ടിങ് ചെയ്യാറുണ്ട്. അവർക്ക് വേണ്ട എല്ലാവരുടെ സപ്പോർട്ടുകളും ടെക്നിക്കലി ആയിട്ടാണെങ്കിലും നോൺ ടെക്നിക്കലി ആയിട്ടാണെങ്കിലും എല്ലാവരുടെ സപ്പോർട്ടുകളും അവർക്ക് ചെയ്യാറുണ്ട്. അവർക്കടക്കം വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡെവലപ്പേഴ്സ് ആണ് നമ്മൾ അവിടെ ഡെവലപ്പേഴ്സ് ആയിട്ടുള്ളതും. അവർക്ക് വേണ്ടി വർക്ക് ചെയ്യാനുള്ള HR ടീമാണ് അവിടെ HR ടീമായിട്ടുള്ളതും. ആ ഒരു രീതിയിലാണ് നമ്മളെ എംപ്ലോയീസിനെ അവർ മാറ്റിയിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ സാങ്കേതിക വിദ്യയിലെ മാറ്റങ്ങൾ കമ്പനിയുടെ പ്രവർത്തനത്തെ ബാധിക്കേണ്ടതില്ലല്ലോ. AI വരുന്നതുകൊണ്ട് ടോൾ റോപ്പിനെ പോലെ ഒരു കമ്പനിക്ക് എന്ത് മാറ്റമാണ് ഉണ്ടാകുന്നത്? ഓക്കെ, AI എന്ന് പറഞ്ഞൊരു ടാഗ് ലൈൻ നമ്മൾ ടാൽറോപ്പിന്റെ ഇഷ്യൂല് വന്നത് ഒരു നമ്മൾ സ്ട്രൈക്ക് നടത്തുന്നതിന്റെ ഒരു വിത്തിൻ ഒരു 1 വീക്ക് മുന്നേ ആണ്. അത്രയും കാലം AI എന്ന് പറഞ്ഞ ടാഗ് ലൈൻ നമ്മളെ ഇതിൽ ഉണ്ടായിരുന്നില്ല. AI എന്ന് പറഞ്ഞ ടാഗ് ലൈൻ നമ്മളെ ഭാഗത്തേ ഉണ്ടായിരുന്നില്ല. നമ്മളോട് അവര് പറഞ്ഞിരുന്ന ഒരു ഡീറ്റെയിലിംഗ് എന്താ വെച്ചാല് വാറിന്റെ ഇഷ്യൂ ആണ് എന്നൊക്കെയാണ്. അതുകൊണ്ടാണ് അവർക്ക് സാലറി വൈകാനുള്ളതും, കാരണം വാറ് കൊണ്ട് അവർക്ക് ഫണ്ടിങ് നിൽക്കുകയും അതുകൊണ്ടൊക്കെയാണ് എന്നൊക്കെയാണ് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഓക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതൊന്നും വിശ്വസിക്കാനൊക്കെ തയ്യാറായിട്ടുണ്ടായിരുന്നില്ല. വാറ് എന്നുള്ള കാര്യമാണ് നമ്മോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് വാറ് കൊണ്ട് എന്താ പറയാ GCCന്റെ എന്തോ ഒരു ഫണ്ടിങ് ഇഷ്യൂ ഉണ്ട് എന്നും, അതുപോലെ വാറിന്റെ ഫണ്ടിങ് ഇഷ്യൂ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഇന്റർനാഷണൽ പേയ്മെന്റ്സ് ഒന്നും നടക്കുന്നില്ല എന്നും ആ രീതിക്കുള്ള ഒരു കാര്യങ്ങളാണ് ഉണ്ടായിരുന്നത്. പിന്നെ AI-ന്റെ ഒരു ഇഷ്യൂ വന്നത് വെച്ചാൽ ഈ ഒരു 1 വീക്ക് ആയിട്ടേ ഉള്ളൂ AI എന്ന് പറഞ്ഞ ടാഗ് ലൈൻ നമ്മളെ ടാൽറോപ്പിന്റെ ഇഷ്യൂയിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. പക്ഷെ ഇപ്പം അവരെന്താണ് AI എന്ന് പറഞ്ഞ ടാഗ് ലൈൻ അവർ വെക്കുന്നുണ്ട്. കാരണം നമ്മൾ ഫസ്റ്റ് ഡേ നടത്തിയ സ്ട്രൈക്കിൽ നമ്മൾ ടാൽറോപ്പിന്റെ CEO ആയിട്ടുള്ള സാറ് പറഞ്ഞത് എന്താന്ന് വെച്ചാൽ AI വന്നത് കൊണ്ട് നമുക്ക് AI ഉണ്ട്, നമുക്ക് ഇനി ഇവരൊന്നും ആവശ്യമില്ല, നമ്മൾ AI-യിലേക്ക് മാറുകയാണ്. ഇനി AI-ന്റെ പുതിയ 100-200ഓളം ഹബ്ബുകളൊക്കെ നമ്മളെ കേരളത്തിൽ വരികയാണ് വിത്തിൻ 2 വീക്സ്. ഇപ്പം ഓൾറെഡി പോയിട്ടുണ്ട്. അങ്ങനെയൊക്കെ നമ്മളെ CEOയും അതുപോലെ കാര്യങ്ങളൊക്കെ പറഞ്ഞതായിട്ട് മീഡിയസിലൊക്കെ ഉണ്ട്. അപ്പം AI-ന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു ഡെവലപ്പറാണ്, നമ്മളും ഈ AI കാര്യങ്ങൾ ഉപയോഗിക്കുന്ന ആളുകളാണ് ഡെവലപ്പിംഗ് ഫീൽഡിൽ. AI എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു ജോബിനെ ഇല്ലാണ്ടാക്കുന്ന ഒരു സംവിധാനമായിട്ട് ഇപ്പം അങ്ങനെ തോന്നിയിട്ടില്ല. കാരണം AI ജോബില് കുറച്ചൊരു ഫാസ്റ്റ് ആക്കുന്നുണ്ട്. എങ്കിൽ കൂടെ നമ്മൾ എന്താണ് ഡെവലപ്പേഴ്സ് ആണെങ്കിലും അതിൽ ഏതൊരു AI വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും അത് അതിന്റെ രീതിക്ക് കൃത്യമായി ബാക്കെൻഡിൽ നിൽക്കാൻ അവിടെ മാൻ പവേഴ്സ് തന്നെ വേണം. വെറും ഒരു AI കൊണ്ട് ഫ്രം സ്ക്രാച്ച് ടു എൻറ്റയർ പ്ലാറ്റ്ഫോം ബിൽഡ് ചെയ്യാനും അതിനെ എൻറ്റയർ ഓട്ടോമേഷനിലാക്കാനൊന്നും ഇതുവരെ ഒരു AI ഞാൻ കണ്ടിടത്തോളം കണ്ടിട്ടില്ല. ബട്ട് ഉണ്ടാവാം, അതിന് അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ റെഡിയാക്കാനും അതൊക്കെ ഫിക്സ് ചെയ്യാനും മാൻ പവർ ആയിട്ട് കുറച്ച് ഡെവലപ്പേഴ്സോ അല്ലെങ്കിൽ കുറച്ച് AI എഞ്ചിനീയേഴ്സ് എങ്കിലും അവിടെ ബാക്ക് എൻഡിൽ വേണം. അപ്പൊ അതുകൊണ്ട് ഞങ്ങളെ എന്തുകൊണ്ട് പുറത്താക്കി എന്നുള്ളതിനുള്ളൊരു കൃത്യമായ രീതിയിലുള്ള ഡീറ്റെയിലിംഗ് അവരുടെ ഭാഗത്ത് നമുക്ക് കിട്ടിയിട്ടില്ല. AI വന്നുകൊണ്ട് ഞങ്ങൾ അങ്ങനെ പോയി എന്നുള്ള പോക്കാം എന്നുള്ളത് കൊണ്ടാണെങ്കിലും, ബട്ട് AI വന്നത് കൊണ്ട് ഈ ഒരു AI ഒരിക്കലും നമ്മളെ ഈ ഒരു സ്റ്റാർട്ടപ്സിന്റെ ഈ ഒരു ഡെവലപ്മെന്റ് സ്റ്റേജിലേക്കോ ഈ ഒരു HR സ്റ്റേജിലേക്കോ ഈ ഒരു ഞങ്ങളെ ടാൽറോപ്പിന്റെ ഏത് ഡിപ്പാർട്ട്മെന്റിലേക്കോ ഇൻക്ലൂഡ് ചെയ്താൽ നമ്മൾ ഇതുവരെ നമ്മൾ ചെയ്തിട്ടില്ല. ഞാനും എൻ്റെ ഹയർ ഡിപ്പാർട്ട്മെന്റിലെ ആൾക്കാരൊക്കെ ഞാൻ കോൺടാക്ട് ചെയ്ത് നോക്കി. അവരാരും AI എന്ന സംഭവം ഇതുവരെ ടാൽറോപ്പിൽ അവരായിട്ട് ഇംപ്ലിമെന്റ് ചെയ്തിട്ടില്ല. ഈ ഒരു രണ്ടാഴ്ച കൊണ്ട് ഉണ്ടാക്കിയ AI ആയിരിക്കാം, അല്ലെങ്കിൽ 2 ആഴ്ച അല്ലെങ്കിൽ ഈ ഒരു കാലയളവിൽ ഞങ്ങളെല്ലാവരെയും പിരിച്ചു വിട്ടതിന് ശേഷം ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്ന AI ആയിരിക്കാം. 2 ആഴ്ച എന്ന് പറയുന്നില്ല, എപ്പോഴാണെങ്കിലും. ടാൽറോപ്പിന് കേരളത്തിൽ എത്ര എംപ്ലോയീസ് ഉണ്ടായിരുന്നു? ടാൽറോപ്പിൽ 300-ലധികം എംപ്ലോയീസ് ഉണ്ടായിരുന്നു. മുഴുവൻ ആളുകളെയും പിരിച്ചുവിട്ടു. 300-ലധികം മുഴുവൻ ആളുകളെയും പിരിച്ചുവിട്ടു. മുഴുവൻ ആളുകളെയും ശരിക്കും പറഞ്ഞാൽ പിരിച്ചുവിടുക എന്നുള്ളതിലേക്കല്ല, അതിൽ ഒരുപാട് പേര് സ്വന്തമായിട്ട് റിസൈൻ ചെയ്ത് പോവാറുണ്ടായിരുന്നത്. കാരണം സാലറി കിട്ടാതാവുകയും അവർക്ക് എന്താ പറയുക ആ ഒരു ക്രൈസിസ് മാനേജ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഒരുപാട് ആളുകൾ പിരിഞ്ഞു പോവുക ചെയ്തത്. ബാക്കിയുള്ള ആളുകൾക്ക് അവര് നോട്ടീസ് പീരീഡ് അടക്കമുള്ള ഒരു തന്നിട്ടാണ് അവർ ഇറക്കി വിട്ടത്. ഒക്ടോബറിൽ നിങ്ങളുടെ സാലറി ആക്ച്വലി പറയുകയാണെങ്കിൽ ഈ ഒരു കൺസേണിൽ വരുന്നതിൽ സാലറി കിട്ടണം എന്നുള്ള ഒറ്റ കൺസേൺ ആണ് നമുക്ക് ഉണ്ടായിരുന്നത്. അതിനപ്പുറത്തോട്ട് ഉള്ള ഒരു കൺസേണിലേക്ക് നമ്മൾ പോയിട്ടില്ല. നമ്മൾ വർക്ക് ചെയ്ത സാലറി വാങ്ങുക എന്നുള്ളതാണ് നമ്മളെ കൺസേൺ. അതിനപ്പുറത്തോട്ട് നമ്മൾ ഒന്നും ചിന്തിക്കാൻ പോകുന്നില്ല. ഒക്ടോബറിൽ നിങ്ങളുടെ സാലറി തന്നു തീർക്കും എന്നാണല്ലോ കമ്പനി വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. നിങ്ങളത് വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല, നമ്മളത് വിശ്വസിക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അതിന് ഒരു ഡീറ്റെയിലും കൂടി പറഞ്ഞുതരാം. കഴിഞ്ഞ വർഷം 2025 ഒക്ടോബറിൽ ടാൽറോപ്പിന്റെ 10ാമത്തെ വാർഷികം നടക്കുന്ന സമയത്ത് ടാൽറോപ്പിൽ എൻറ്റയർ എംപ്ലോയീസിനും ഒരു 3 to 4 മാസത്തെ സാലറി പെൻഡിങ് ആണ്. അപ്പോഴും നമ്മൾ റിക്വസ്റ്റ് ചെയ്തത് നമുക്ക് സാലറി വേണം, അറ്റ്ലീസ്റ്റ് ഒരു മാസത്തെ സാലറി എങ്കിലും നമുക്ക് തന്നാൽ മാത്രമേ നമുക്ക് ആ പ്രോഗ്രാമിനെങ്കിലും പങ്കെടുക്കാനാവുള്ളൂ എന്നാണ്. കാരണം ടാൽറോപ്പിൽ അന്നുണ്ടായിരുന്ന എംപ്ലോയീസിൽ ഒട്ടുമിക്ക എംപ്ലോയീസും വർക്ക് ഫ്രം ഹോം എടുത്ത് സാലറി ഇല്ലാണ്ട് ആ ഒരു മാനേജ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് വർക്ക് ഫ്രം ഹോം എടുത്ത് പോയതാണ് ഉണ്ടായിരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ സമയത്ത് അവർ ഒരു മാസത്തെ സാലറി പോലും നമുക്ക് തരാൻ അവർ വിസമ്മതിക്കുക ചെയ്തത്. തരാമെന്ന് പറയുന്നുണ്ട്, തരൂല എന്ന് അവർ ഒരിക്കലും പറയുന്നില്ല. തരാമെന്ന് പറയുന്നതല്ലാണ്ട്
തരാത്തതാണ് നമ്മളെ പ്രശ്നം. പിന്നീട് അങ്ങോട്ട് നമ്മൾ ഒരുപാട് കാലം നമുക്ക് എനിക്ക് പേഴ്സണൽ ഉണ്ടായ മെഡിക്കലിന്റെ കാര്യമാണെങ്കിലും എൻ്റെ ഫൈനാൻഷ്യലി ഉള്ള കാര്യങ്ങൾ, എൻ്റെ EMIസും ലോണുകൾ കാര്യമാണെങ്കിലും, എന്നെ പോലെയുള്ള എത്രയും എംപ്ലോയീസിനും അവർക്ക് പേഴ്സണലായിട്ട് മെഡിക്കൽ ഇഷ്യൂസ് ഉണ്ട്, അവർക്ക് പേഴ്സണലായിട്ട് ലോണുകളും കാര്യങ്ങളുണ്ട്, അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ ഓരോ ആൾക്കാർക്കും പേഴ്സണലി വേറെ വേറെ കാര്യങ്ങളുണ്ട്. അതൊന്നും അത്രയും പ്രൈസ് ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അവരൊരിക്കലും അതൊന്നും സാലറി ഒരു അറ്റ്ലീസ്റ്റ് കുറച്ചൊരു എമൗണ്ട് തന്നിട്ട് അതൊന്ന് ക്ലിയർ ചെയ്യാൻ പോലും അവർ നൽകിയിട്ടുണ്ടായിരുന്നില്ല. അതിനൊക്കെ പുറമെ അവർ ഫോക്കസ് ചെയ്തത് ഈ പറഞ്ഞ രീതിയിൽ ആനിവേഴ്സറി കോടികൾ മുടക്കി പ്രോഗ്രാമുകൾ നടത്തുന്നു. അവർ കേരളത്തിൽ നടത്തുന്ന പ്രോഗ്രാമുകൾ, അവർ ദുബായിൽ നടത്തുന്ന പ്രോഗ്രാമുകൾ, ഇതൊക്കെ ഈ ഒരു പ്രോഗ്രാം നടത്തണമെങ്കിൽ വേണ്ട ചെലവുകൾ പറഞ്ഞാൽ ഒരുപാടാണ്. അതിൽ നിന്ന് കുറച്ചൊരു എമൗണ്ട് മാറ്റി വെച്ചിട്ട് ഇവിടെ ഉള്ള എംപ്ലോയീസിനെ കൃത്യമായിട്ട് നിലനിർത്തുക, അവർക്ക് സാലറി കൊടുക്കുക. എല്ലാ സാലറിയും ക്ലിയർ ചെയ്യണമെന്നല്ല, ബട്ട് ഒരു മാസത്തെ എങ്കിലും സാലറി കൊടുത്ത് അവരെ എംപ്ലോയീസിനെ നിലനിർത്തുക. ആ എംപ്ലോയീസിനെ വെച്ചിട്ടാണല്ലോ അവർ ഈ പറഞ്ഞ പുതിയ സ്റ്റേജുകളിലെ ആൾക്കാർ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കേണ്ടത്. അപ്പൊ അതിലേക്ക് അവരൊരു വേ ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ കൺസേൺ. പക്ഷെ അതൊന്നും അവർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ടാൽറോപ്പിന് കേരളത്തിന് പുറത്ത് ഓഫീസുകളുണ്ടോ? ടാൽറോപ്പിന് ദുബായിലും ഓഫീസുകളുണ്ട്. അവിടെ പ്രോപ്പറായിട്ട് സാലറി കൊടുക്കുന്നുണ്ട്. കാരണം എന്താന്ന് വെച്ചാൽ അവിടുത്തെ നിയമവ്യവസ്ഥയും കാര്യങ്ങളും അങ്ങനെയാണ്. സാലറി കൃത്യമായിട്ട് അവിടുത്തെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് കിട്ടിയിട്ടില്ല എന്നാണെങ്കിൽ ആ കമ്പനിയുടെ ലൈസൻസ് വരെ റദ്ദാക്കേണ്ട ഒരു നിയമവ്യവസ്ഥയാണെന്നാണ് ഞാൻ കേട്ട് അറിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവർക്ക് ആ സാലറി കൊടുത്തേ പറ്റുള്ളൂ. അവിടെ എന്ത് എക്സ്ക്യൂസസും പറഞ്ഞിട്ടും അവിടെ കാര്യമില്ല. കാരണം എംപ്ലോയീസിനെ അത്രയും നല്ല രീതിക്ക് അവർ മനസ്സിലാക്കുന്നത് കൊണ്ടായിരിക്കാം മേ ബി അങ്ങനെ. ഇവിടെ ഞങ്ങൾക്ക് ഈ ഒരു ഇഷ്യൂ കൊണ്ട് നമ്മൾ ഒരുപാട് അവരോട് പറഞ്ഞിട്ടുണ്ട് സാലറി വേണമെന്നുള്ളത്, ബട്ട് തന്നിട്ടില്ല. ലാസ്റ്റ് ടൈമാണ് നമ്മൾ ഈ പറഞ്ഞതുപോലെ എംപ്ലോയ്മെന്റ് ഡിപ്പാർട്ട്മെന്റിനൊക്കെ നമ്മൾ, കാരണം ലാസ്റ്റ് ടൈം എന്ന് വെച്ചാൽ നമ്മൾ എല്ലാവരും ഇറങ്ങിയതിന് ശേഷമാണ്, ഒരു മെയ് സമയത്താണ് നമ്മൾ എല്ലാ ആൾക്കാരും സാലറി കിട്ടിയിട്ടില്ല എന്ന രീതിക്ക് എംപ്ലോയ്മെന്റ് ആയിട്ട് നമ്മൾ കണക്ട് ചെയ്യാൻ പോയത്. അതുകൊണ്ട് എംപ്ലോയ്മെന്റ് അന്നൊന്നും എന്താക്കിയില്ല. അവർ പറഞ്ഞത് ഇങ്ങനെയാണ്, എംപ്ലോയ്മെന്റിന് ഞങ്ങൾ ടാൽറോപ്പിലെ ഹെഡിലേക്ക് വിളിക്കുകയുണ്ടായി, ബട്ട് അവരുടെ ഭാഗത്ത് നിന്ന് ഒരു തരത്തിലുള്ള റെസ്പോൺസ് നമുക്ക് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു കേസുമായിട്ട് ലേബർ കോർട്ടിലേക്ക് പോകാനാ പറഞ്ഞത്. ബട്ട് ലേബർ കോർട്ടിലേക്ക് പോകുമ്പോഴുള്ള വിഷയം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അവിടെ എക്സ്പെൻസ് മീറ്റ് ചെയ്യേണ്ടതുണ്ട്. കാരണം വെച്ചാൽ അവിടെ വക്കീല് വേണം, കേസ് നടത്തണം, അതിനായിട്ടുള്ള എക്സ്പെൻസ് നമുക്ക് വേണം. സത്യം പറഞ്ഞാൽ അതിന് നടത്താനുള്ള ഒരു എക്സ്പെൻസ് ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് നമ്മൾ ലേബർ കോർട്ടിൽ നിന്ന് കേസ് നടത്താണ്ട് നമ്മൾ ഒഴിഞ്ഞു മാറി നിന്നത്. എങ്കിൽ പോലും നമ്മൾ എന്താക്കിയിട്ടുണ്ട്, എവിടെന്നെങ്കിലും റെഡിയാക്കാം, എങ്ങനെയെങ്കിലും 100-300 പേരുണ്ടല്ലോ, ഒരു കുറച്ച് എമൗണ്ട് വെച്ചിട്ടെങ്കിലും നമുക്ക് എന്താക്കാം ഓരോ ആൾക്കാർ വെച്ചിട്ട് നമുക്ക് ഈ കേസ് മുന്നോട്ട് പോകുന്ന രീതിക്ക് നമ്മൾ എത്തുകയുണ്ടായി. പക്ഷെ അവിടെ ഉണ്ടായ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ശരിക്കും ടാൽറോപ്പിൽ ഞാൻ പറഞ്ഞു 2025 ജനുവരിയിലാണ് ജോയിൻ ചെയ്തത്. 2025 ജനുവരിയിൽ ജോയിൻ ചെയ്ത ഞങ്ങള് ഇവരെന്താക്കുന്നു, ഒരു 8 മാസം കഴിഞ്ഞതിന് ശേഷം ഒരു ആഗസ്റ്റ് സമയത്തൊക്കെ ഇവര് ഒരുപാട് സബ് കമ്പനീസ് ആയിട്ട്, ഷെൽ കമ്പനീസ് ആയിട്ട് ടാൽറോപ്പിനെ അങ്ങോട്ട് ഡിവൈഡ് ചെയ്യാണ്. ലൈക്ക് ഈ പറഞ്ഞതുപോലെ പുതിയ പുതിയ സ്റ്റാർട്ടപ്സുകളായിട്ട്. ഈ സ്റ്റാർട്ടപ്സുകളിൽ ഒന്നില് ടെക് ടീം മൊത്തം ഒന്നിലുണ്ടാവുക, HR ടീം മൊത്തം ഒന്നിലുണ്ടാവുക, അഗ്രികൾച്ചർ ടീം മൊത്തം വേറൊന്നിലുണ്ടാവുക. ഈ ഒരു രീതിയിലാണ് അവർ സ്റ്റാർട്ടപ്സിനെ ബിൽഡ് ചെയ്തത്. അപ്പം എന്നിട്ട് നമ്മളെ ടാൽറോപ്പ് എന്ന് പറഞ്ഞ നമ്മുടെ മദർ കമ്പനിയിൽ നിന്നും ഈ ഒരു സബ് കമ്പനിയിലേക്ക് ഇവർ ജോയിൻ ചെയ്യിപ്പിക്കുന്നു. ടാൽറോപ്പിന്റെ റെസിഗ്നേഷൻ ലെറ്ററും മറ്റേ കമ്പനിയുടെ ഇൻകമിംഗ് ലെറ്ററും നമുക്ക് കിട്ടിയിട്ട് നമുക്ക് ഇതാക്കുന്നു. ബട്ട് എൻറ്റയർലി ഹാൻഡിൽ ചെയ്യുന്നതും പേയ്മെന്റ്സ് ഹാൻഡിൽ ചെയ്യുന്നതും ടാൽറോപ്പാണ്. അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഞങ്ങൾ ഈ 1.5 വർഷത്തെ എക്സ്പീരിയൻസ് ടാൽറോപ്പ് എന്ന രീതിയിൽ കൊടുക്കുകയാണെങ്കിലും ഞങ്ങൾക്ക് ഒരു 6 മാസം 7 മാസം എക്സ്പീരിയൻസ് ടാൽറോപ്പിലും ബാക്കിയുള്ള 6 മാസം 7 മാസം എക്സ്പീരിയൻസ് മറ്റൊരു കമ്പനിയിലുമാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് എന്താണ് ഈ പറഞ്ഞ കോടതി എന്നൊക്കെ പറഞ്ഞത്, നിങ്ങളുടെ കേസ് ഒരിക്കലും എന്താക്കാൻ പോണില്ല, അത് അവിടെ കൊണ്ടുപോയി കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഒരിക്കലും അത് നിലനിൽക്കാൻ പോകുന്നില്ല. കാരണം ഒരു വർഷമെങ്കിലും ഒരു കമ്പനിയിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഈ ഒരു കേസ് നിലനിൽക്കാനുള്ള ഒരു ഇതുള്ളൂ. അപ്പൊ അതുകൊണ്ട് അത് നിലനിൽക്കാൻ പോകുന്നില്ല നിങ്ങൾക്ക്. അതുകൊണ്ട് ജസ്റ്റ് പോവാം എന്നല്ലാണ്ട് അത് എത്രത്തോളം അതിനെ പൂർത്തീകരിക്കാൻ പറ്റുന്നതെന്ന് അവർക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അതൊരു ലൂപ്പ് ഹോളാക്കി മാറ്റി അവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു 8 മാസം ഒരു കമ്പനി, ബാക്കിയുള്ള മാസങ്ങൾ വേറൊരു കമ്പനിയിലേക്ക് മാറിയ സമയത്ത് ഞങ്ങൾക്ക് പേഴ്സണലി എന്താക്കാൻ പറ്റുന്നില്ല. ഇതൊരു കേസായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഇങ്ങനത്തെ ഒരു ഇഷ്യൂ അവിടെ വരിക ചെയ്തത്. ആ ഒരു ലൂപ്പ് ഹോൾ മുതൽ അടയ്ക്കുക ചെയ്തത്. ബട്ട് വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ലാസ്റ്റ് ടൈം ഞങ്ങൾക്ക് ഇപ്പം കഴിഞ്ഞൊരു ദിവസം ഞങ്ങൾക്ക് ഒരു മീറ്റിങ്ങിൽ ഞങ്ങൾ ഈ പറഞ്ഞ പോലെ പ്രൊട്ടസ്റ്റ് നടത്തിയതിന് ശേഷം അവർ ഉണ്ടായ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് അവിടുന്ന് എറണാകുളം ലേബർ ഓഫീസിൽ നിന്നും മാഡം വന്നിട്ട് നമ്മളെ കാര്യങ്ങളൊക്കെ എന്താക്കിയിട്ടുണ്ട് മനസ്സിലാക്കുകയും അവര് ഈ അവരുടെ ഹയർ ഡിപ്പാർട്ട്മെന്റ് ആയ ലേബർ കമ്മീഷണറിലേക്ക് ഞങ്ങളെ പരാതി കൈമാറുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക്
ആ രീതിക്കാണ് നമുക്ക് നോട്ടീസ് വന്നിട്ടുള്ളത്. ശരി. എറണാകുളം ലേബർ ഓഫീസിൽ നിന്ന് കൈമാറിയതിന്റെ പേര് നമുക്ക് ലേബർ കമ്മീഷണർക്ക് നമുക്കൊരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു മീറ്റിംഗിൽ നമ്മൾ എംപ്ലോയ്സിന്റെ ഭാഗത്ത് നിന്ന് കുറച്ച് പേരും അതുപോലെ ടാൽഗ്രൂപ്പിന്റെ ഹെഡ് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്ത് നിന്ന് കുറച്ച് പേരും വെച്ചിട്ട് നമ്മൾ നാളെ 2 മണിക്ക് ട്രിവാൻഡ്രത്ത് മീറ്റിംഗ് ഉണ്ട്. അപ്പൊ അതിലാണ് അവർ ബാക്കി കാര്യങ്ങൾ എന്നാണ്. ശരി, വ്യക്തമാണ്. ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ശ്രീ ഫൈസൽ ബിൻ സിറാജ്, കോറോ ഹെൽത്തിൻ്റെ ഈ അടച്ചുപൂട്ടലിൽ ജീവനക്കാരുടെ റോൾ എത്രമാത്രമുണ്ട്? ഓക്കെ, അതിനെപ്പറ്റി പറയുന്നതിന് മുമ്പ് ശ്രീ അനു ബേബി പറഞ്ഞ ഒരു പൂർണ്ണമായ കാര്യങ്ങൾ ശരിയാണ്. പക്ഷെ അതിൽ ചില തിരുത്തലുകൾ ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. എന്ന് വെച്ചാൽ ഞാനിപ്പോ കോഴിക്കോട് നിന്ന് ചെയ്യുന്ന അതേ ജോലി തന്നെയാണ് കോയമ്പത്തൂരുള്ള വ്യക്തിയും അവിടെ നിന്ന് ചെയ്തത്. അതിൽ നിങ്ങൾ ചോദിച്ച ഉത്തരത്തിലോട്ടെത്താം. അപ്പൊ എന്താ പറഞ്ഞാൽ, ഇത് കൺട്രി മൊത്തം ഇത് മെഡിക്കൽ കോഡിൽ തന്നെ പല പല കാറ്റഗറീസ് ഉണ്ട്. അതിപ്പോ എല്ലാം പറഞ്ഞത് ഇപ്പൊ നമ്മുടെ നമുക്ക് ആർക്കും മനസ്സിലായിരുന്നു. ഇപ്പൊ കാണുന്ന പ്രേക്ഷകർക്കും നിങ്ങൾക്കും അതിനെ പറ്റി കൂടുതൽ അറിയിക്കണമെന്നില്ല. അതായത് എനിക്ക് ഇതിനെ പറ്റി അധികം അറിയുന്നില്ല. ഞാൻ ചെയ്യുന്നത് HCS ഡിപ്പാർട്ട്മെന്റ്. നമുക്ക് നമ്മുടെ വർക്ക് മെയിൻ ആയിട്ട് വരുന്നത് US ക്ലയന്റ് ആണല്ലോ. അവിടെയുള്ള പേഷ്യൻസിന്റെ മെഡിക്കൽ റെക്കോർഡ്സ് നമ്മുടെ കയ്യിലെത്തുന്നു. നമ്മൾ അവരുടെ രോഗങ്ങൾ നിർണ്ണയിച്ച് അവർക്ക് എന്തൊക്കെ എന്ന് വെച്ചാൽ, അതായത് ആ മെഡിക്കൽ റെക്കോർഡിൽ അയാളുടെ എല്ലാ ഡീറ്റെയിൽസും ഉണ്ടാവും. അയാളുടെ രോഗങ്ങൾ, അയാളുടെ ഫാമിലിയിൽ ഉണ്ടായിരുന്ന ആൾക്കാരുടെ രോഗങ്ങൾ, അയാൾക്ക് ഇനി വരാൻ സാധ്യതയുള്ള രോഗങ്ങൾ, അല്ലെങ്കിൽ അയാൾക്ക് ഒരു പനിയോ അല്ലെങ്കിൽ ഒരു കാൽമുട്ടിനേറ്റ പരിക്കോ, അതുപോലെ ഷുഗറോ പ്രഷറോ, അങ്ങനെയുള്ള എല്ലാ കൊളസ്ട്രോൾ, അങ്ങനെയുള്ള എല്ലാ ഹിസ്റ്ററിയും നമ്മൾ കോഡ് ചെയ്ത് അങ്ങോട്ട് ഒരു യൂണിവേഴ്സൽ ലാംഗ്വേജ് ആണ്, ഒരു കോഡുകളാക്കി മാറ്റുകയാണ്. ഒരു ഷുഗറുള്ള വ്യക്തിക്ക് നമ്മൾ E11 എന്ന് പറയും. അത് യൂണിവേഴ്സലി അക്സെപ്റ്റഡ് ആയ ഒരു കോഡാണ്. ആ കോഡുകൾ നമ്മൾ പേഷ്യന്റ് റെക്കോർഡിൽ നിന്ന് നമ്മൾ ഫെച്ച് ചെയ്ത് അത് അപ്ലോഡ് ചെയ്യാണ് ചെയ്യുന്നത്. അതാണ് നമ്മൾ ചെയ്യുന്ന യഥാർത്ഥ ജോലി. അത് എവിടെ ചെയ്താലും അത് ഒരുപോലെ തന്നെയാണ്. അല്ലാതെ ഇതിന് സംസ്ഥാനം അങ്ങനെ നോക്കിയിട്ടല്ല. ഇത് ഞാൻ ചെയ്യുന്ന അതേ ജോലി ഇപ്പോഴും കോയമ്പത്തൂരോ കൊച്ചിയിലോ കൊച്ചിയിലല്ല, ചെന്നൈയിലോ ബാംഗ്ലൂരിലോ ആളുകൾ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവര് ഫസ്റ്റ് ഓഫ് ഓൾ ഈ കൊച്ചിയെ കോഴിക്കോടിനെയും നിങ്ങൾ നേരത്തെ ചോദിച്ചല്ലോ എന്തുകൊണ്ട് കേരളത്തില് ചിലപ്പോ ഞങ്ങൾ ഇവിടെ ഇവർക്ക് അധികം ചൂഷണം ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. ഇപ്പൊ അവര് UP-യിൽ പുതിയ ഓഫീസ് തുടങ്ങുന്നതിന്റെ പ്രധാന കാരണം ഞങ്ങൾക്ക് തരുന്ന പകുതി ശമ്പളത്തിൽ സർട്ടിഫൈഡ് അല്ലാത്ത ആളുകളെ അവര് ജോലിക്ക് പ്രവേശിപ്പിക്കുക. ഞങ്ങൾ ഇതിന്റെ CPC എന്ന സർട്ടിഫൈഡ് ആയവരാണ്. അതായത് സർട്ടിഫൈഡ് പ്രൊഫഷണൽ കോഡർ. നമ്മൾ 75,000 രൂപയോളം ഇതിന്റെ എക്സാം ഫീ മാത്രം എഴുതി പഠിച്ച് പാസ്സായി വന്നവരാണ് 3 മാസം കോഴ്സ് കഴിഞ്ഞിട്ട്. പക്ഷെ ഇനി അവർ അവിടെ എടുക്കുന്നവരൊക്കെ ഇത്ര സർട്ടിഫൈഡ് ആയ ആളുകൾ പോലും ആവില്ല. അതായത് അതുകൊണ്ട് അവർക്ക് പകുതി ശമ്പളം കൊടുത്താൽ മതി. ചിലപ്പോൾ കമ്പനി ആ ഒരു ലാഭം മുൻകണ്ടിട്ട് ചെയ്തൊരു തീരുമാനമാവാം. അല്ലെങ്കിൽ മെല്ലെ മെല്ലെ ഓരോ ലൊക്കേഷൻ അല്ലെങ്കിൽ ചില അവരുടെ മൊത്ത ശ്രദ്ധ ഒന്നെങ്കിൽ ഹൈദരാബാദോ ബാംഗ്ലൂരോ ചെന്നൈയിലോ മാത്രം ഒതുക്കാൻ വേണ്ടി ചിലപ്പോൾ കേരളത്തിൽ നിന്നുള്ള തൊഴിലാളികൾ പിരിച്ചുവിട്ടതാണ്. അതെന്താ കാരണം എന്ന് എനിക്ക് ആധികാരികമായി പറയാൻ കഴിയില്ല. കാരണം അതിനെപ്പറ്റി എനിക്ക് അറിയില്ല. അത് അവരുടെ തീരുമാനം മാത്രമാണ്. അതുപോലെ ഞങ്ങളുടെ റോള് പറയുമ്പോൾ ഞങ്ങൾ ചെയ്യുന്ന അതേ ജോലി തന്നെ ഇപ്പോഴും മറ്റുള്ളവർ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ ഇവിടെ ഈ 890 ആൾക്കാർ ജോലി നഷ്ടമായതിൽ എന്നെ പോലെ ഈ കോഡർ എന്ന വ്യക്തിയുണ്ട്, അതുപോലെ സീനിയർ മാനേജർ ഉണ്ട്, ഡെപ്യൂട്ടി മാനേജർ ഉണ്ട്, TL ഉണ്ട്. ഇവരെന്നൊക്കെ പറയുമ്പോൾ ഞങ്ങളുടെ ഇരട്ടി ശമ്പളം മേടിക്കുന്ന അത്യാവശ്യം പൊസിഷനിലുള്ള ഞങ്ങളെക്കാൾ ഇരട്ടി എക്സ്പീരിയൻസ് ഉള്ള ആളുകളൊക്കെയാണ്. ഇവരുടെ അടക്കം ജോലി പോവാണ്. കാരണം എനിക്ക് തോന്നുന്നത് കൂടുതൽ ചൂഷണം കേരളത്തിലെ ലൊക്കേഷനിൽ അവർക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നമ്മളോട് ഇപ്പൊ നമ്മുടെ വർക്ക് ഷിഫ്റ്റ് അവർ 9 to 6 കൂടുതൽ സമയം നമ്മളോട് അവർ നിർബന്ധിക്കുകയാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ ലേബർ കോർട്ടിൽ കംപ്ലൈന്റ് ഒക്കെ ഒരു 3-4 കേസ് പോയിട്ടുണ്ടാവും. അതിന്റെ പേരിൽ അവർ പിന്നീട് അധികം ഞങ്ങളെ ചൂഷണം ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടാവില്ല. അതുപോലെ ഈ സാറ്റർഡേ സൺഡേ വർക്കിംഗ് എല്ലാം നമ്മൾ ഒട്ടുമിക്ക സമയങ്ങളിൽ വില്ലിംഗ് ആണ്. പക്ഷെ മാസത്തിൽ എല്ലാ സാറ്റർഡേ സൺഡേയും വരണം എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെയുള്ള കേസ് വരുമ്പോൾ ചിലപ്പോൾ 3-4 കേസുകൾ ലേബർ കോർട്ടിൽ പോയിട്ടുണ്ട്. അതിന്റെ ബേസിൽ അവർ പിന്നെ ഞങ്ങളെ നിർബന്ധിക്കാറില്ല. ചിലപ്പോൾ അതിന്റെ ഒക്കെ ഒരു ഭാഗമായിട്ടാവാം ഈ പിരിച്ചുവിടൽ. അതാണ് ഞങ്ങളിപ്പോ മനസ്സിലാക്കിയിട്ടുള്ളത്. ജോലി എന്തായാലും എവിടെ എന്ന് ചെയ്താലും ഒരു ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ ഈ രാജ്യത്തുള്ള എല്ലാ ഓഫീസിലും ഇപ്പോൾ HCC എന്ന, അതായത് രോഗി എത്ര ഇൻഷുറൻസ് തുക പ്രീമിയം അടക്കണമെന്നോ അല്ലെങ്കിൽ അവരുടെ റിസ്ക് അസസ്മെന്റ് അല്ലെങ്കിൽ റിസ്ക് അഡ്ജസ്റ്റ്മെന്റ് എന്ന ഒരു പ്രക്രിയയാണ് ഇപ്പോൾ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് എല്ലാവരും ഒരുപോലെ തന്നെയാണ് ചെയ്യുന്നത്. ഈ കമ്പനിക്ക് അതായത് ഒരുപാട് പ്രൊജക്ടുകൾ വരുമ്പോൾ അതിനനുസരിച്ചുള്ള ഗൈഡ് ലൈൻ പ്രകാരം ആണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഓരോ പ്രൊജക്ടിന് ഇപ്പോൾ 2 മാസം ഒരു പ്രൊജക്ട് ആണെങ്കിൽ അടുത്ത മാസം മുതൽ വേറെ പ്രൊജക്ട് ആണ്. അപ്പോൾ ഓരോ പ്രൊജക്ട് വരുമ്പോൾ അവർ അതിന്റെ വേണ്ട ബേസിക് ട്രെയിനിങ് ഞങ്ങൾക്ക് തന്നിട്ട് ഞങ്ങൾ ജോലി ചെയ്യാണ്. ജോലി എല്ലായിടത്തും സെയിം ആണ്. ഇത് ആർക്കും ചെയ്യാവുന്ന ഒരു ജോലിയുള്ളൂ. ഇപ്പൊ കമ്പനിയിൽ തന്നെ 7 വൈസ് പ്രസിഡന്റുമാരുണ്ട്. ആ വൈസ് പ്രസിഡന്റുമാരിൽ 3 വൈസ് പ്രസിഡന്റുമാരുടെ അണ്ടറിലുള്ള സ്റ്റാഫുകളാണ് ഈ കൊച്ചിയിലും കോഴിക്കോടും വർക്ക് ചെയ്യുന്നത്.
ഇതേ വൈസ് പ്രസിഡന്റ്മാരുടെ അണ്ടറിലുള്ള സ്റ്റാഫുകൾ ചെന്നൈയിലും കോയമ്പത്തൂരും ബാംഗ്ലൂരും ഹൈദരാബാദൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. അവരൊന്നും ഇതിന് എഫക്റ്റ് ആവുന്നില്ല. ഈ ലൊക്കേഷൻ മാത്രം അവർ അടച്ചുപൂട്ടുകയാണ് ആണല്ലോ ഉണ്ടായത്. വ്യക്തമാണ്. താങ്കളിലേക്ക് മടങ്ങി വരാം. ശ്രീ അനൂപ് എബി, ഈ ഒരു IT മേഖലയുടെ AI വരവിന് ശേഷം ഇതിൻ്റെ ഒരു ഭാവി എന്താണ്? കാലത്തിനനുസൃതമായി ജീവനക്കാരെ പുനരധിവസിപ്പിക്കാനും പുതിയ സാങ്കേതിക വിദ്യകൾ പഠിപ്പിക്കാനും കേരളത്തിലെ ഉൾപ്പെടെയുള്ള IT കമ്പനികൾ തയ്യാറാകുന്നുണ്ടോ? അതിലേക്ക് വരുന്നതിന് മുമ്പ് ഈ ടാൽറൂപ്പ് എന്ന് പറഞ്ഞ കമ്പനിയുടെ ഒരു കാര്യം പറയാം. അതിനെയും നമുക്ക് ഈ പറയുന്ന AI-ആയിട്ട് നമുക്ക് കണക്ട് ചെയ്യേണ്ട ഒരു കാര്യമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടാൽറൂപ്പ് എന്ന് പറയുന്ന കമ്പനിയുടെ AI ബേസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ, അതിൻ്റെ ഡെവലപ്മെൻറ്റ്, അതിൻ്റെ ഇന്നോവേഷൻസ്, അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറുകൾ ഡെവലപ്പ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് ഇവർ. അപ്പോൾ ഈ പറഞ്ഞ AI ബേസ്ഡ് അതിൻ്റെ ഒരു ഇത് വന്നു കഴിഞ്ഞാൽ പോലും, കൂടി വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഡെവലപ്പേഴ്സ് ആയിട്ടുള്ള വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് അതിനകത്ത് ജോബ് പോയാലും അതിനെ എഫക്റ്റ് ചെയ്തുള്ളൂ. അല്ലാതെ ഈ 300 പേർക്കൊന്നും അങ്ങനെയല്ല ഇവരുടെ ആക്ടിവിറ്റി. പ്ലസ് ഇവർക്ക് കംപ്ലീറ്റ്ലി ഫിസിക്കലി ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ എല്ലാം ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ്. ഒരു സൊസൈറ്റിയിൽ ഒരു ടെക്നോളജി ബേസ്ഡ് ഒരു വലിയൊരു തലമുറയെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരും. ആ ഒരു ലെവൽ ഓഫ് ആക്ടിവിറ്റി, അതിനകത്തൊരു വളരെ കുഞ്ഞു പാർട്ട് മാത്രമാണ് AI. അതിനകത്തോട്ട് ഇൻ്റഗ്രേഷൻസ് ആണ് നടക്കുന്നത്. AI-യുടെ ഇൻ്റഗ്രേഷൻസ് ഇതിനകത്തോട്ട് കൊണ്ടുവരുവാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് കൂടുകയാണ് ചെയ്യുന്നത്. അല്ലാതെ ഒരിക്കലും ഈ ടാൽറൂപ്പ് എന്ന് പറയുന്ന കമ്പനിയിൽ അത് കുറയുമല്ല ചെയ്യുന്നത്. ഇന്നോവേഷൻസ് വരുമ്പോഴത്തേക്കും നോർമലി അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാരെ നമുക്ക് അതിൻ്റെ അകത്തോട്ട് അക്കോമഡേറ്റ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഒരു കുട്ടി, ഇപ്പോൾ ഇവർ പറഞ്ഞ പോലെ തന്നെ ഒരു സ്ഥലത്ത്, ഒരു ലൊക്കാലിറ്റിയിലെ ഒരു കുട്ടി ഒരു ഇന്നോവേഷൻ, ഒരു പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പ്രൊഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആ പ്രൊഡക്റ്റിനൊരു ചിലപ്പോൾ കമ്പനി രജിസ്റ്റർ ചെയ്യണമായിരിക്കും. ആ കമ്പനി രജിസ്റ്റർ ചെയ്യാനായിട്ട് ഇരിക്കുന്ന ആൾക്കാരുണ്ട്. പിന്നെ അതുപോലെ തന്നെ അതിനകത്ത് GST രജിസ്ട്രേഷൻ, പിന്നെ സ്റ്റാർട്ടപ്പ് ഇന്ത്യ രജിസ്ട്രേഷൻ, അതിനുശേഷം അതിനകത്തോട്ട് ഇൻവെസ്റ്റേഴ്സ് വരുന്നു. പിന്നീട് അതിനുശേഷം ആ പ്രൊഡക്റ്റ് അതിൻ്റെ പ്രോട്ടോടൈപ്പായി, പിന്നീട് ഒറിജിനൽ പ്രൊഡക്റ്റായി, അതിന് മാനുഫാക്ചറിങ് യൂണിറ്റായി, ആ പ്രൊഡക്റ്റ് സെറ്റ് ചെയ്യുന്ന ഈ ഒരു ലെവൽ ഓഫ് ഒരു ആക്ടിവിറ്റിയിലാണ് ഈ ഒരു ടാൽറൂപ്പ് കമ്പനി ഇത് ചെയ്യുന്നത്. അതുകൊണ്ട് അതിനെ നമുക്ക് AI-ആയിട്ട് നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ട. പിന്നെ ഈ പറഞ്ഞ പോലെ ടെക്നോളജിയുടെ ഞാൻ ആദ്യ ഭാഗത്ത് തന്നെ പറയുകയുണ്ടായി, കാലഘട്ടത്തിനനുസരിച്ചുള്ള കൃത്യമായിട്ടുള്ള മാറ്റങ്ങൾ എഡ്യൂക്കേഷനിലടക്കം അത് കൊണ്ടുവന്നില്ലെങ്കിൽ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ തൊഴിലവസരങ്ങൾ ഇവിടെ ഇല്ലാതെയാകും. വളരെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് നമ്മുടെ ഇവിടുത്തെ എഞ്ചിനീയറിങ് വിദ്യാഭ്യാസം. അതായത് 4 വർഷം പഠിക്കുന്ന കമ്പ്യൂട്ടർ സയൻസ് പഠിക്കുന്നുണ്ട്, അതുപോലെ തന്നെ BSc ഉണ്ട്, MSc ഉണ്ട്, BTech ഇൻഫർമേഷൻ ടെക്നോളജി ഉണ്ട്, ധാരാളം കോഴ്സുകൾ ഇവർ പഠിക്കുന്നുണ്ട്. പിന്നെ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ ഇതെല്ലാം ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ഓൾറെഡി AI-ലോട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞു. അപ്പം 4 വർഷം പഠിക്കുന്നത് വെറും 4 ആഴ്ച കൊണ്ട് അവർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലോട്ട് ആ സ്ട്രക്ചർ വന്നു കഴിഞ്ഞു. ഇതിപ്പോൾ കാര്യം ഈ 4 വർഷത്തേന് ഇപ്പം വേൾഡിലെ ഏറ്റവും നല്ല കേരളത്തിലെ ഡൊമൈനാണ്, എഞ്ചിനീയറിംഗ് ഡൊമൈനാണ് കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിങ്ങിന്. വിദേശത്തുനിന്ന് വരെ ഇവിടെ വന്ന ആൾക്കാർ പഠിക്കുന്നുണ്ട്. ഈ കുട്ടികൾ 4 വർഷം പഠിച്ചിറങ്ങി കഴിയുമ്പോൾ ഇപ്പോൾ ഒരു കമ്പനി ഇവരെ എടുക്കുവാണ്. അവർ ഒരു BTech കഴിഞ്ഞു, റാങ്ക് ഹോൾഡറാണ്, വന്നു ഒരു 6 മാസം തീർക്കേണ്ട ഒരു ജോബ്. ആ ജോബ് AI-ൽ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ള ഒരാൾ വന്നിട്ട് പറയും, ഞങ്ങളിത് 6 ആഴ്ച കൊണ്ട് ഒരു എററും ഇല്ലാതെ, ഒരു ബഗ്സും ഇല്ലാതെ, കസ്റ്റമറിന്റെ ഫീഡ്ബാക്ക് അടക്കം കംപ്ലീറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനി അവരെ എടുക്കത്തുള്ളൂ. അപ്പൊ ഇവിടുത്തെ എഞ്ചിനീയറിംഗ് എഡ്യൂക്കേഷൻ തൊട്ട് അവിടെ അനൂപ്, ഈ 4 വർഷം പഠിച്ച് പുറത്തിറങ്ങുന്ന ഒരു എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് AI പോലൊരു സാങ്കേതിക വിദ്യയുടെ വരവോടെ അവർ പഠിച്ചത് മുഴുവൻ അപ്രസക്തമാകുകയാണെങ്കിൽ എന്താണ് പ്രയോജനം? സത്യമായിട്ടും ഇതാണ് ഇതിന്റെ റിയാലിറ്റി. ഇത് ഈ പറയുന്ന കോഴ്സുകൾ പഠിക്കുന്ന കുട്ടികളോട് ചോദിച്ചു നോക്കുക, അവരെന്താണ് പഠിക്കുന്നത് എഞ്ചിനീയറിംഗിനകത്ത്. അവർ പൈത്തൺ പഠിക്കുന്നു, .NET പഠിക്കുന്നു, PHP പഠിക്കുന്നു, ജാവാസ്ക്രിപ്റ്റ് പഠിക്കുന്നു, HTML യൂസർ ഇന്റർഫേസ് പഠിക്കുന്നു. ഇതാണ് ഇവർ അവിടെ പഠിക്കുന്നത്. അവർ പഠിച്ച് ഇറങ്ങി കഴിയുമ്പോഴേക്കും ഇതെല്ലാം ഔട്ട്ഡേറ്റഡ് ആകുകയല്ലേ? ഇപ്പോഴും കഴിഞ്ഞ വർഷമാണ് 2019 സ്കീമിലുള്ള കുട്ടികൾ എഞ്ചിനീയറിംഗ് പഠിച്ചിറങ്ങിയിരിക്കുന്നത്. ഒരു സ്കീമിൽ കുറെ കുട്ടികൾ ഇറങ്ങിയിട്ടുണ്ട്. അവർ വാട്ട് ഈസ് AI എന്ന് പഠിച്ചിട്ടാണ് അവർ പുറത്തിറങ്ങുന്നത്. ഈ ടെക്നോളജിയുടെ ഒരു ദിവസം എന്ന് പറയുന്നത്, അല്ലെ AI-യുടെ ഒരു ദിവസം എന്ന് പറയുന്നത് ഒരു യുഗം പോലെയാണ്. അത്രയധികം ഒരു ഇമ്പാക്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഓരോ ടെക്നോളജി. പ്രത്യേകിച്ച് ആന്ത്രോപിക് എന്ന് പറയുന്ന കമ്പനിയുടെ ടൂൾസ് എൻ്റയർ സിസ്റ്റത്തെ, എൻ്റയർ ഡെവലപ്പേഴ്സിനെ തന്നെ ഇല്ലാതാക്കുന്ന രീതിയിലാണ് അവരത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അതിന്റെ അൽഗോരിതം അങ്ങനെയാണ്. ശരി, ഞാൻ ഇടപെടുകയാണ്. നമ്മുടെ സമയം പൂർണ്ണമായിരിക്കുകയാണ്. സാങ്കേതിക വിദ്യയുടെ വളർച്ച അനിവാര്യമാണെങ്കിലും
അത് തൊഴിലാളികളുടെ ജീവിതവും ഭാവി സുരക്ഷിതത്വവും തകർത്തുകൊണ്ടാവരുത് എന്നതാണ് ഈ പ്രതിസന്ധി നൽകുന്ന പ്രധാന പാഠം. പെട്ടെന്നുള്ള പിരിച്ചുവിടലുകളും ശമ്പള കുടിശ്ശികകളും തടയാൻ കൃത്യമായ നിയമപരമായ ഇടപെടലുകളും മാറിയ AI യുഗത്തിന് അനുയോജ്യമായി ജീവനക്കാർക്ക് റീസ്കില്ലിങ്ങും അവസരങ്ങൾ നൽകാനുള്ള നയരൂപീകരണവുമാണ് ഇപ്പോൾ അടിയന്തരമായി ഉണ്ടാവേണ്ടത്. ടെക്നോളജി പാർക്കുകളെ വിശ്വസിച്ചെത്തുന്ന നമ്മുടെ യുവതലമുറയുടെ തൊഴിൽ സുരക്ഷ ഉറപ്പാക്കാൻ സർക്കാരും വ്യവസായ മേഖലയും മുന്നോട്ട് വരുമെന്ന് പ്രത്യാശിക്കാം. ചർച്ചയിൽ പങ്കെടുത്ത അനൂപ് എബി, അഭിനന്ദ് PN, ഫൈസൽ ബിൻ സിറാജ്, നന്ദി. മറ്റൊരു വിഷയവുമായി അടുത്തയാഴ്ച കാണാം. നമസ്കാരം. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.